പ്രൈസ് ലോർഡ്. വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നാം കേൾക്കാൻ പോകുന്നത്. നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ് തൻ്റെ അനുഭവങ്ങൾ അനേകർക്ക് ദൈവിക വെളിച്ചം പകരുവാൻ തക്കവണ്ണം കാരണമായി തീരും. പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല ഈവനിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. നിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങൾ കാണുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. നിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതനേക ദൈവമക്കൾക്ക് വലിയ ഉദ്ധാരണത്തിന്, അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നാം കേൾക്കാൻ പോകുന്നത്. വലിയൊരു അനുഭവമാണ്. ഒത്തിരി സമയമെടുത്ത് പറയേണ്ട അനുഭവമാണ്. കർത്താവിൽ പ്രിയ ദേവദാസൻ സന്തോഷ് പാസ്റ്റർ, കുവൈറ്റിൽ നിന്ന് ജോയ് വർഗീസ് സന്തോഷ് പാസ്റ്ററാണ് നമുക്കിന്ന് നമ്മളോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. സന്തോഷമായിട്ടിരിക്കുന്നില്ല അല്ലേ? സന്തോഷമായിരിക്കുന്നു. ഞാൻ പ്രേക്ഷകരോട് പറയാം, ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദേവദാസനാണ്. കർത്താവിൻ്റെ ദാസൻ്റെ പ്രത്യേകത കുവൈറ്റിലുള്ള തൻ്റെ കൂട്ടായ്മ രഹബോത്ത് AG ചർച്ച്. അനേക ദൈവദാസന്മാർ ആ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചു. എപ്പോഴും മീറ്റിങ്ങുകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കും കുറേ ദിവസങ്ങൾ പാസ്റ്ററോടൊപ്പം, പാസ്റ്റർ കുടുംബത്തോടൊപ്പം വന്ന് താമസിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ അവസരം കിട്ടി. ഒരു ഹോം ഫീലിംഗ് ആയിരുന്നു പാസ്റ്ററെ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിൽ പോയതുപോലൊരു തോന്നലുണ്ടായില്ല. സ്വന്തം വീട്ടിൽ താമസിച്ചതുപോലുള്ളൊരു കുളിർമ, ഒരു ഹോം ഫീലിംഗ് ഞാൻ വേറെ എങ്ങും അത് അനുഭവിച്ചിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്തു. പാസ്റ്ററാണെങ്കിലും പ്രിയമാമയാണെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു സമയമായിരുന്നു പാസ്റ്ററെ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്തു. നല്ല സമയങ്ങളായിരുന്നു. ചർച്ചെല്ലാം സന്തോഷമായിട്ട് പോകുന്നേ പാസ്റ്ററെ? ചർച്ചെല്ലാം കർത്താവിന്റെ കൃപയാൽ സന്തോഷമായിട്ട്. മീറ്റിങ്ങുകൾ ഇപ്പം ഉണ്ടോ ഈ ദിവസങ്ങളിലെ? മീറ്റിങ്ങുകൾ ഇപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മുടെ നോർമൽ മീറ്റിങ്ങുകളുള്ള. ഇനിയിപ്പോ അടുത്ത ഒക്ടോബറിലേക്ക് ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയർ വരുന്നുണ്ട്. അതെ, ദൈവം അനുവദിച്ചാൽ ദേവദാസൻ. അതെ, കർത്താവ് അനുവദിച്ചാൽ ഞാനും ഉണ്ടാകും. കുവൈറ്റിലെ 1-2 മീറ്റിങ്ങുകൾ ഒക്ടോബർ മാസത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം, കർത്താവിൻ്റെ സ്തോത്രം. പാസ്റ്ററെ, നമുക്ക് നല്ല പരിചയമാണെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി അല്ലേ, നമ്മുടെ ജനിച്ചു വളർന്ന നാടും സ്ഥലവും കുടുംബകാര്യവും ഒക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ഗ്രാമത്തിലാണ്. അതായത് രാമമംഗലം അല്ലെങ്കിൽ കിഴിമുറി എന്ന് പറയുന്ന ഗ്രാമത്തില്. എൻ്റെ അപ്പച്ചന്റെ പേര് വർഗീസ്, അമ്മച്ചി അന്നക്കുട്ടി. ഞങ്ങള് 4 മക്കളാണ്. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. അപ്പൊ 4 മക്കളുണ്ട് ഞങ്ങള്. അതിനകത്ത് ഞങ്ങള് 3 ആണും ഒരു സഹോദരിയാണ് ഞങ്ങൾക്കുള്ളത്. സഹോദരി നാട്ടിലാണ്. ഞങ്ങളുടെ 3 ആണുങ്ങളും ഞങ്ങൾ കുവൈറ്റിലുണ്ടായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും നാട്ടിലേക്ക് തിരിച്ചുപോയി. ഞാനും ഇപ്പൊ എൻ്റെ കുടുംബം, ഞങ്ങളുടെ റിലേറ്റീവ് കുറെ പേര്, എനിക്ക് തോന്നുന്ന പാസ്റ്റർ വന്നപ്പോ കുറെ പേരെ പരിചയപ്പെട്ടു. അവര് കുറെ പേരുണ്ട് ഇവിടെ. കർത്താവിന്റെ കൃപയാൽ ഒരു യാക്കോബ ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങള്. കാരണം ആ ദേശം പിറവം എന്നൊക്കെ പറയുന്നത് അത് യാക്കോബക്കാരുടെ ഭയങ്കര കോട്ടയാണ്. പത്രക്കീസ്, ഓർത്തഡോക്സ് അത് മിക്സ് ആണെങ്കിലും പത്രക്കീസ് ആണ് ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അവിടെ അടഞ്ഞു കിടക്കുന്ന ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു പള്ളി ഇടവകയുണ്ട്, മാമലശ്ശേരി പള്ളി എന്ന് പറയും. ഇപ്പോൾ അത് ഓർത്തഡോക്സുകാരുടെ കയ്യിലാണ്. പക്ഷെ അവർ രണ്ടും വേറൊരു പള്ളി പണിത് പിന്നെ അങ്ങനെ മാറി. പക്ഷെ ആ ഒരു ദേശത്തു നിന്നാണ് കർത്താവ് എന്നെ പിന്നീട് വെളിയിൽ കൊണ്ടുവന്നത്. അതൊരു വലിയ ചരിത്രമാണല്ലേ? അതെ പാസ്റ്റർ, അത് കുടുംബപരമായിട്ട് അത് ഞാൻ എന്റെ ഇടയ്ക്ക് പറയാന്ന് വിചാരിച്ചു. അതെ 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 ഞാൻ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പറയാ. പാസ്റ്ററുടെ മോള് വന്ന് നമുക്ക് സാക്ഷ്യം പറഞ്ഞിരുന്നു. യുവായിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ഡോക്ടർ അക്സ, അഖിൽ
മോൻ നല്ലൊരു വർഷിപ്പ് ലീഡറാണ്. മാമിക്ക് വലിയൊരു സാക്ഷ്യമുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. അക്സയുടെ സാക്ഷ്യം ഓൾറെഡി നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു അക്സ ആദ്യം പ്രസംഗിച്ച് തുടങ്ങിയ ചർച്ചിലാണ് ഇപ്പം പാസ്റ്ററായിട്ടിരിക്കുന്നത്. അതെ അതെ അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. അതെ 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 മോളത് എനിക്ക് തോന്നുന്നു മെൻഷൻ ചെയ്തിരുന്നു അതിനകത്ത്, ആ സാക്ഷ്യത്തിനകത്ത് അന്ന് മോളത് മെൻഷൻ ചെയ്തിരുന്നു. യാ ഞാൻ പതിയെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അതെ പാസ്റ്റർ കേൾക്കാൻ റെഡിയാണ്. കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. 10th ചെറിയ കഴിഞ്ഞിട്ട് പ്രായം മുതൽ അനുഭവം പറയാം കേട്ടോ. ബോംബെ അനുഭവം ഉണ്ട്, ക്യുവൈറ്റ് അനുഭവം ഉണ്ട്. ബോംബെയിലെ സംഘർഷഭരിതമാകുന്ന ഒരു ജീവിതാനുഭവം അല്ലേ? ഞാൻ ബോംബെക്കാരനായതുകൊണ്ട് അതൊന്ന് ഓർപ്പിച്ചത്, അത് കേൾക്കണം നമുക്ക്. അതെ, തീർച്ചയായിട്ടും. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇപ്പോഴും ഓർമ്മകളിലൂടെ നടത്തുന്നത് ബോംബെയുടെ ലൈഫാണ്. ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്തതും ബോംബെ ലൈഫ് തന്നെ. തീർച്ചയായിട്ടും ബോംബെയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ജീവിതത്തെ മോൾഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അവിടെയുണ്ട്. ഓക്കെ. ഞാന് 10th കഴിഞ്ഞിട്ട് ഞാൻ നേരെ ITIക്ക് പോവുകയും ചെയ്തു. ITI കഴിഞ്ഞ് ITI അത് കംപ്ലീറ്റ് ആയില്ല, ഇടയ്ക്ക് കുറെ വിഷയങ്ങൾ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ എടുത്തത് ട്രാപ്സ്മാൻ മെക്കാനിക്കൽ എടുത്ത്. പക്ഷെ അലേർട്ട് തിയറിക്കകത്ത് കുറെ മറ്റുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് പിന്നെ നാട്ടിൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തില് ഞാൻ വർക്ക്ഷോപ്പ് ബേസ് ചെയ്തിട്ടാണ് പിന്നീട് എന്റെ ചരിത്രങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വെൽഡിങ്, ലെയ്ത്തിലെ പണി, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പഠിച്ചു. പക്ഷെ അതിനുശേഷം അതൊരു ഒരു ഒരു 1.5 വർഷം, 2 വർഷത്തോളം അങ്ങനെ അങ്ങ് ജീവിതം മുന്നോട്ട് പോയി. പക്ഷെ 1985 ജാനുവരിയിൽ എനിക്ക് സുള്ളിയ അല്ലെങ്കിൽ പുത്തൂര്, കർണാടകത്തിലെ അവിടെ മൈസൂരിലേക്ക് പോകാനായിട്ട് ഒരു അവസരം കിട്ടി. അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ 1.5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 96-ല് അല്ല സോറി 86-ല് ഞാൻ ബോംബെയിൽ വന്നു. 86-ൽ ബോംബെയിലെത്തി. 86-ൽ ബോംബെയിലെത്തി. ഒരു കസിൻ മുഖാന്തരമാണ് അവിടെ വന്നത്. അവിടെ എന്റെ കസിന് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനിലായിരുന്നു ഫാക്ടറി ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ അവിടെ ജോലി ചെയ്തു. അവിടെ കുറച്ചു കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കസിന്റെ അടുക്കന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോ മാറി ബാച്ചിലേഴ്സ് ലൈഫിലേക്ക് വന്നു. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈഫ് തുടങ്ങുന്നത്. ബാച്ചിലേഴ്സ് ലൈഫിലേക്ക് വന്നപ്പോൾ അറിയാം, ബോംബെയിലെ ബാച്ചിലേഴ്സ് ലൈഫ് ചെറിയൊരു റൂമിനകത്ത് ഞങ്ങൾ 8-10 പേര് ഒരുമിച്ച് കഴിയുന്നു. പിന്നെ ആരും നോക്കാനില്ല. കസിൻ അവിടെ ഉണ്ടെങ്കിലും എന്താ പറയാ, അത്രയും ഒരു ഇതിലിപ്പോ സ്വന്തമായിട്ട് ഒരു ജോലിയായി അല്ലെങ്കിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയായി. കസിനോട് കൂടെ തന്നെ ബന്ധങ്ങളുണ്ട്. പക്ഷെ കൂട്ടുകെട്ട് എന്റെ മറ്റുള്ള ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ചെറിയൊരു മദ്യപാനം ഉള്ള ഒരു തലത്തിലേക്ക് വന്നു. ഞാന് അടുത്തൊരു ഇതെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതിനനുസരിച്ച് എനിക്ക് ജോലിയിൽ നല്ല ജോലി കിട്ടി. ഹിന്ദുജ ഗ്രൂപ്പിലായിരുന്നു ഞാൻ ലാസ്റ്റ് ആയിട്ട് ജോലി ചെയ്തോണ്ടിരുന്നത്. ഏകദേശം 5 വർഷം ഞാൻ മറോളില് ഹിന്ദുജ ഗ്രൂപ്പിനകത്ത് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. നല്ല ഭേദപ്പെട്ട സാലറി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 4,500 രൂപ, 5,000 രൂപ എനിക്ക് അവിടെ സാലറി ആയിട്ട് മാത്രം, പിന്നെ പ്ലസ് ഓവർ ടൈം എല്ലാം കൂടെ അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോ എന്റെ ജോലി രാവിലെ 9 മണി തൊട്ടിട്ട് 5 മണി വരെയുള്ള ജോലി. ഈ 5 മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയി. അപ്പൊ ബാച്ചിലേഴ്സ് റൂമാണ്, കൂട്ടുകാർ കൂടും, എന്നും പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോയിട്ട് മദ്യപിക്കുന്ന ഒരു ശൈലി അവിടെ നിന്നാണ് എനിക്ക് തുടക്കം വരുന്നത്. അത് പിന്നീട് അത് ഡെയിലി ആയി. അപ്പൊ കിട്ടുന്ന കാശ് ഒട്ടുമുക്കാലും തന്നെ ഈ ഒരു കാര്യത്തിൽ. എന്നാൽ ഞാൻ ആർക്കും ഒരു വഴക്കിന് പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഞാൻ മദ്യപിക്കും, പക്ഷെ അത് റൂമിലെത്തും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ, അല്ലെങ്കിൽ കൂട്ടുകാർ കൂടുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് അതിനുശേഷം അപ്പൊ ഇങ്ങനെ പോകുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് അപ്പൊ ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒരു ചാലാണ്, ആ സാക്കിനേക്ക ചാല്. എല്ലാവർക്കും പൈപ്പ് ലൈൻ ക്രോസ് ചെയ്തിട്ടുള്ള സാക്കിനേക്ക ചാല്. ഈ ചാലിന്റെ സൈഡിൽ കൂടെ, ഫ്രണ്ടിൽ കൂടെ എപ്പോഴും ഒരു ദേവദാസൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാണ്. അപ്പൊ ഈ ദേവദാസൻ പലപ്പോഴും റൂമിനകത്ത് വന്ന് ഞങ്ങളോടൊക്കെ സുവിശേഷം പറയുമായിരുന്നു. അപ്പൊ ഞാൻ അതിന്
കൂടുതൽ താല്പര്യം കൊടുക്കത്തില്ലായിരുന്നു. എന്റെ കൂടെ ഉള്ളത് പത്തനംതിട്ട ഏരിയ എന്നുള്ള കുറെ ആൾക്കാർ, എന്താ പറയാ, ഓമല്ലൂര്, മുറിപ്പാറമണ്ണ്, അങ്ങനെയുള്ള ഏരിയയിൽ നിന്നുള്ള കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ സുവിശേഷം കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാക്കോബയുടെ കോട്ട എന്ന് പറയുന്ന എറണാകുളം, പിറവം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയില് എന്റെ ജീവിതത്തിലെ ചെറുപ്പകാലത്ത് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഒരേ ഒരു കൂട്ടായ്മയേ ഉള്ളൂ. അത് നിങ്ങൾ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കുക, ജീവിതത്തിന്റെ സമൂഹത്തിൽ, അതായത് വളരെ പാവപ്പെട്ടവർ മാത്രമേ ഇതിനകത്തേക്ക് ഈ ആ, ഈ ആരാധനയിലേക്ക്, ഈ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരുന്നുള്ളൂ ഞങ്ങളെ ആ ഏരിയയിൽ. അതും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ഞാൻ അവിടെ ഈ 72, അതായത് 73 കാലഘട്ടത്തിൽ, ആ സമയത്ത് ഭക്ഷണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത്, ഈ സമയത്ത് ഈ ഇല്ലിയുടെ പൂത്ത ഇല്ലിയുടെ, അതിനെ എന്താ പറയാ, അത് എനിക്ക് തോന്നുന്നു പാസ്റ്ററിന് വരെ അറിയുമെന്ന് അറിയത്തില്ല, അതിങ്ങനെ കുലുക്കുമ്പോ താഴെ പരമ്പൊക്കെ വിരിച്ചിട്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട്, അന്ന് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പരമ്പാണെന്ന് എന്റെ ഓർമ്മയില്, പരമ്പും പായൊക്കെ വിരിച്ചിട്ട് ഈ ഇല്ലിയുടെ ആ, ആ, എന്താ പറയാ, അതിന്റെ ഇല്ലിയുടെ അരിയുണ്ട്, പൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അരിയുണ്ട്, അത് വീണ്, ആ, അത് പിന്നെ ഉണക്കി എടുത്ത് നമ്മളെ അരി പൊടിക്കുന്നത് പോലെ എടുത്തിട്ട് അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ആ, ആ, അപ്പൊ അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. ആ ആ ഒരു സമയത്താണ് അന്ന് ഈ ഡാൽഡ എന്ന് പറയുന്ന ഓയില് ആ, ആ, നാട്ടിലേക്ക് വന്ന്, ഈ അടിയന്തരാവസ്ഥ സമയത്താണെന്ന് എന്റെ ഓർമ്മ ശരിയാണ്, ഈ അടിയന്തരാവസ്ഥ സമയത്താണ് ഡാൽഡ അവിടെ നാട്ടിൽ വന്നത്. ഈ ഡാൽഡ യുടെ ടിന്ന് എടുത്ത് ഈ കപ്പയുടെ കോല് കൊണ്ട്, കപ്പക്കോല് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കൊള്ളി എന്നൊക്കെ പറയത്തില്ലേ, അതിന്റെ മേളിലേക്കുള്ള, അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവരെ ആരാധിക്കുമ്പോ ഞാനും എന്റെ കൂട്ടുകാരും ചെന്നിട്ട് ഇവരെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കപ്പ മൂക്കട്ടെ, നമുക്ക് യോഗം കൂടിയിടാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ പാട്ടുപാടി അവരെ ഇത് വേറെ എന്തോ ഒരു ആരാധനയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ദൈവികമല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് ചെറുപ്പത്തിലെ എനിക്ക് 77-കളാകാം പാസ്റ്ററെ, അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ 77-കളാണ്. ആയിരിക്കാം 77-കളായിരിക്കും. എനിക്കത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ 70-ന്റെ കാലഘട്ടത്തിലാണെന്ന് ഞാൻ അത് ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ്, നാട്ടിലുള്ള സമയത്താണ്. പക്ഷെ ഞാനിങ്ങനെ അന്നും ഈ ഒരു തീഷ്ണതയിൽ, അല്ലെങ്കിൽ യാക്കോബ എന്നുള്ള ഒരു തീഷ്ണതയിൽ ഞാൻ അവരെ പോയിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഉപദ്രവിക്കുക മീൻസ് ഇങ്ങനെയുള്ള ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ അതിനുശേഷമായാലും ഇപ്പൊ എന്റെ ഒരു പാരമ്പര്യത്തിലേക്ക് പറയാനാണെങ്കിൽ അതൊരു ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാരമ്പര്യത്തിൽ നിന്ന് വന്ന് എന്നുള്ളത് പറയാനായിട്ടല്ല. അന്നും ഏകദേശം 7 അച്ഛന്മാർ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ഇന്നും. ഈ സമയത്തും കാരണം വല്യച്ഛന്മാർ രണ്ടുപേര് മരിച്ചുപോയെങ്കിലും പിന്നെ അടുത്ത 2 തലമുറയിൽ നിന്ന് വീണ്ടും അച്ഛനാവാൻ തീരുമാനമെടുക്കുക. അവര് അച്ഛനായിട്ടുള്ള ഇപ്പോഴും ശുശ്രൂഷയിൽ അവരുണ്ട്. ഇപ്പൊ ഏകദേശം 7 പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നത് ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല. ഒരു പറ്റുമെങ്കിൽ തലേദിവസം മദ്യപിച്ച് എത്ര ഫിറ്റാണെങ്കിലും രാവിലെ ഞാൻ അവിടെ പള്ളി പോയി അവിടെ എന്താ പറയാ, കുർബാന കണ്ട് അനുഭവിച്ചല്ല, കണ്ട് മടങ്ങിപ്പോരും. ഇതാണ് ശരിക്കുള്ള ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ബോംബെ ചരിത്രത്തിലേക്ക് വരുന്നത്. ഈ ഒരു ദേവദാസൻ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ മിക്കവാറും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ റൂമിൽ കയറും. അപ്പൊ ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള ജോസ്, ജെയിംസ്, അപ്പൊ അങ്ങനെയുള്ള 1-2 കൂട്ടുകാരുണ്ടായിരുന്നു. അവര് ഈ മർത്തോമയാണെങ്കിലും അവര് ഈ കൂട്ടായ്മയൊക്കെ പോവുകയും ഇവർക്ക് ആരാധനയും പാട്ട്, പ്രാർത്ഥന, ഇവരൊക്കെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടാറുണ്ട്. അത് എനിക്ക് പാടാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അവര് പാടും, ഞാനത് കേട്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഈ ദേവദാസൻ തോമസ് എന്ന പേര് ഞാൻ ഓർക്കുന്നത്,
ഇപ്പൊ ഞാൻ പിന്നീട് അറിഞ്ഞു, ഞാൻ രക്ഷയിൽ വന്നതിന് ശേഷം ഈ ദേവദാസനെ കുറിച്ച് ഒക്കെ അന്വേഷിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. ആ ദേവദാസൻ പിന്നീട് അവിടുന്ന് ഡൽഹിക്ക് പോയി. ഡൽഹി ചെന്നിട്ട് എന്തോ ഒരു അസുഖം പിടിച്ചിട്ട് ആ ദേവദാസൻ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. കർത്താവിൽ വിശ്രമിക്കുന്നു. ഓക്കെ. അതിനുശേഷം ഒരു ദിവസം ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോ ഈ ദേവദാസൻ റൂമിലും. അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജോസെ എന്ന് പറയുന്ന ആ കൂട്ടുകാരനും ഒന്ന് രണ്ട് കൂട്ടുകാര്, പിന്നെ ഒരു അച്ഛൻ കുഞ്ഞ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, ബാ നമുക്കൊരു മീറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ പെന്തക്കോസ്ത് മീറ്റിങ്ങിന് ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവരുടെ നിർബന്ധത്താല് ഞാനൊരു മീറ്റിങ്ങിന് കടന്നുപോയി. അത് പൈപ്പ് ലൈനിന്റെ അങ്ങേ സൈഡിലാണ്. ഞാനിപ്പോ പേര് ഒന്ന് ജെറിമറി എന്ന് പറ്റിയ അന്ന് തോന്നുന്നു. പേര് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല എല്ലാ സ്ഥലത്തെയും, കാരണം അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പൊ കുറെ വർഷമായല്ലോ. ആഹ് അവിടെ അവിടെ ഒരു വലിയൊരു ഒരു ഹോളുള്ള ഒരു വീട്. എനിക്ക് തോന്നുന്നു സിംഗിൾ റൂമോ ഡബിൾ റൂമോ ആണ്. പക്ഷെ ഈ ഹോള് ഭയങ്കര നീളമാണ്. അപ്പൊ അന്ന് പ്രത്യേകതയായിട്ട് പറഞ്ഞ, അന്ന് ഏതോ ഒരു പ്രവാചകൻ വരുന്നുണ്ട്. അപ്പൊ എന്നെ കൂടെ കൂടിയിട്ട് അവര് വിളിച്ചു നിർബന്ധിച്ച്, ഞാന് കാരണം വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി മദ്യപിക്കാൻ പോകുന്ന അടുത്ത ഇതിന്. പക്ഷെ എന്റെ ഒരു മദ്യപാനം അന്നത്തെ ആ സമയത്ത് ഞാനൊരു അഡിക്റ്റ് അല്ല ഇതിന്. ഞാൻ ഒന്നിനും ഒരു അഡിക്റ്റ് അല്ല. ഞാനിങ്ങനെ പോകും ഡെയിലി ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണ്ടിരുന്നത്. പക്ഷെ ചില സമയത്ത് ഇത് എന്താ പറയാ, പലപ്പോഴും ഞാൻ റോഡിലൊക്കെ ഛർദ്ദിച്ച അവസരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ ദിവസം എന്നെ അവരവിടെ വിളിച്ചോണ്ട് പോയി. ഈ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ആ റൂമിൽ കുറെ പേര്, റൂമല്ല ഒരു ഹോളാണ്, അതിനകത്ത് ഒരു 10-60 പേര് ഉള്ളവിടെ ഇരിക്കാൻ പറ്റിയ ഒരു വലിയൊരു ഹോളിനകത്താണ്. അപ്പൊ ഞാന് ഇത് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് ചെന്ന് പോകുന്ന വഴിക്ക്, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയോ കയറിയിട്ട് ഒരു ബീർ അടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ബീർ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് പോകുന്ന റൂമിലേക്ക് പോകുന്ന സമയത്ത് ബീർ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ വായിൽ നിന്ന് മണം വരുന്നത്, മറ്റുള്ളവരെ മണപ്പിക്കുന്നത് നമുക്കൊരു ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ മീറ്റിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവരുടെ നിർബന്ധത്താൽ ഞാൻ മീറ്റിങ്ങിന് പോയി. എന്നിട്ട് അവസാനം ആ റൂമില് അവരുടെ കൂടെ മീറ്റിങ്ങിന് പോയിരുന്നു. ഏറ്റവും പുറകിലാണ് ഞാനും എന്റെ കൂട്ടുകാരും പോയിരുന്നത്. ഞാന് ഈ ഏകദേശം ആരാധന കഴിഞ്ഞു. പ്രസംഗത്തിന്റെ സമയമായപ്പോ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് എന്റെ തലയിലേക്ക് കൈവച്ചിട്ട്, ഇതാണ് ശരിക്ക് ആ വചനം. പിന്നീടാണ് എനിക്കതൊക്കെ മനസ്സിലായ. ഹോശയ 2:14 നമുക്കെല്ലാം സുപരിചിതമാണത്, ആ വചനം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. ഈ വചനമാണ് ദേവദാസൻ എടുത്തിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞ, മോനെ നിന്നെ കുറിച്ച് ദൈവം ഭയങ്കര പദ്ധതിയുണ്ട്. നിന്നെ ദൈവം എന്താ പറയാ മരുഭൂമിയിൽ കൊണ്ടുപോയി അവിടെ ദൈവത്തിന്റെ വേല ചെയ്യിക്കും എന്ന് എന്നോട് ഇങ്ങനെ ദൂതായിട്ട് പറഞ്ഞു. പക്ഷെ എനിക്കന്ന് മരുഭൂമി എന്താണ്, അല്ലെങ്കിൽ വേല എന്താണ്, ഈ ദൂതൊന്നും എനിക്ക് കേട്ടാൽ അത് ഏക്കാത്ത ഒരു 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 കാലഘട്ടം. രണ്ടാമത് പിന്നെ പ്രത്യേകമായിട്ടൊരു കാലഘട്ടം, ഒരു 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 കാര്യം കൂടെ കൂടിയിട്ട് അതിനകത്തുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ബോംബെയിൽ വന്ന് ആദ്യം തന്നെ എനിക്ക് അന്ന് പാസ്പോർട്ട് ഉണ്ട്. ഈ പാസ്പോർട്ട് ഞാൻ ഒരു ഏജൻസിയിൽ കൊടുത്തായിരുന്നു. സോറി, ഏജൻസിയിൽ കൊടുത്തായിരുന്നു. മസ്ജിദ് ബന്ദറിലുള്ള ഒരു ഏജന്റിന്റെ കൊണ്ട് കൊടുത്തു ദുബൈക്ക് പോകാനായിട്ട്. എന്റെ കയ്യിൽ നിന്ന് അന്ന് 5000 രൂപ അവര് അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചു. 1 വർഷം പോയി, 2 വർഷം പോയി, ഏകദേശം ഒന്നൊന്നര വർഷം വരെ ഞാൻ ഈ ദുബൈ പോകാനായിട്ട് ഞാൻ ഈ പാസ്പോർട്ട് കൊടുത്തു. എനിക്ക് പാസ്പോർട്ട് മാത്രം തിരിച്ചു കിട്ടി, എന്റെ ദുബൈ പോക്ക് നടന്നില്ല. പക്ഷെ അന്ന് തൊട്ടിട്ട് എനിക്ക് സകല ഏജന്റുമാരോടും ഭയങ്കര ദേഷ്യമായി. നാട്ടിൽ നിന്ന് ആരെങ്കിലും ഗൾഫിന് പോകാനാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മിക്കവാറും ബാച്ചിലേഴ്സ് റൂം ഞങ്ങളുടെ ആയതുകൊണ്ട് പലരും വന്ന് ഈ ഒരാഴ്ചത്തേക്ക് വന്ന് താമസിച്ച് ഏജൻസിയുടെ അടുക്ക പോയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്ത് ഫോർമാലിറ്റീസിന് വേണ്ടി പോകും. അവർ കയറി പോകും. പക്ഷെ എനിക്ക് എവരോടും ദേഷ്യം, ഈ ഏജന്റുമാരോടും ദേഷ്യം. കാരണം എനിക്ക് പോവാത്തത് കൊണ്ടും എന്റെ പൈസ പോയത് കൊണ്ടും അവസാനം കുറെ വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ എന്റെ കുറെ കൂട്ടുകാരെയൊക്കെ കൂട്ടി അവിടെ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. മസ്ജിദ് ബന്ദറിൽ ചെന്നിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടിയതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ അന്ന് ദൈവം സൂക്ഷിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം മസ്ജിദ് ബന്ദറിൽ ചെന്നിട്ട് അവിടെ ഒരു വഴക്കുണ്ടാക്കി ഒരു ഏജൻസിയുടെ അടുക്ക ചെന്നിട്ട് വഴക്കുണ്ടാക്കി അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോരുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ
എനിക്ക് ഇതുകൊണ്ട് ഈ പറഞ്ഞ ദൂത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇനി ബോംബെയിലുള്ള ഒരു ഏജന്റ് മുഖാന്തരം ഞാൻ ഒരിക്കലും ഗൾഫിന് പോകും. കാരണം ഈ പലരുടെയും വിഷയം കൊണ്ട്, പലരുടെയും ഇങ്ങനെയുള്ള പറ്റിക്കൽ വിഷയങ്ങൾ അവിടെ ആ സമയത്ത് ബോംബെയിൽ നടന്നിരുന്നത് കൊണ്ട് ഞാൻ പല ഓഫീസിലും പോയിട്ട് ബഹളം ഇവരോട് പോയിട്ട്. എനിക്കോ പോകാൻ പറ്റിയില്ല. ഈ ഒരു വിഷയത്തിൽ പല ഓഫീസിലും പോയിട്ട് ഞാൻ ബഹളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാനൊരു ഓഫീസ് മുഖാന്തരം ഗൾഫിന് പോകത്തില്ല. അപ്പൊ ഞാൻ വിശ്വസിച്ചു ഈ ദൂത് എനിക്കുള്ള ദൂതല്ല. കാരണം ഇത് ഗൾഫിന് പോയി അല്ലെങ്കിൽ മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിച്ച് എന്റെ വേല ചെയ്യും. കാരണം ഒരിക്കലും ഞാൻ ഈ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഈ ബൈബിൾ എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ഈ പാസ്റ്റർമാര് പ്രസംഗിച്ച് നടക്കുന്നത് പോലെ പ്രസംഗിച്ച് നടക്കുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിന്താഗതി ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. രണ്ടാമത് എനിക്ക് പാസ്റ്റർമാരെ കുറിച്ചിട്ട് ആകെ ഉള്ളിലുള്ള ഒരു അറിവ് കയറിയേക്കുന്നത് പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാണ്, ഇവര് പൈസ പിരിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് എന്നുള്ള മറ്റുള്ളവരെ പറ്റിച്ച് മാത്രം ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് എന്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയായി പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്പൊ എന്തായാലും ഈ ദേവദാസനിലൂടെ ഈ ദൂത് കേട്ടു. അന്ന് നമ്മൾ അത് അങ്ങനെ തന്നെ മറന്നു കളഞ്ഞു. പക്ഷെ അതിനുശേഷം കർത്താവ് എന്റെ വൈഫ് കുവൈറ്റിൽ വന്നിരുന്നു. അറിയാം ആ ചരിത്രം, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറിയാൻ തോന്നുന്നു. ഞങ്ങളുടെ കല്യാണം 94 94 നവംബർ 20 നടക്കുന്നത്. അവള് 2 വർഷം കൂടെ വന്നിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് കല്യാണം നടക്കുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ ഒരു 6 മാസം 8 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വിസിറ്റിങ്ങിന് വന്നു. വിസിറ്റിങ്ങിന് വന്ന് കുവൈറ്റിൽ തന്നെ ദൈവകൃപയാൽ നല്ലൊരു കമ്പനിയിൽ, ആ കമ്പനിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. ഏകദേശം 29 വർഷമാവുന്നു ആ കമ്പനിയിൽ ജോലി. ആ കമ്പനിയിൽ എനിക്ക് അവര് വിസയും ടിക്കറ്റും തന്നു. ഞാൻ വീണ്ടും 96 ജനുവരിയിൽ ഞാനിവിടെ കുവൈറ്റിൽ എത്തിച്ചേരുവാൻ, വീണ്ടും ജോലിയോടുകൂടി ഉള്ള ബന്ധത്തിൽ എത്തിച്ചേരുവാനും ദൈവം സഹായിച്ചു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ ലാസ്റ്റ് എന്റെ കല്യാണം കഴിഞ്ഞു അവളും കയറി പോന്നു. പിന്നത്തേതിലായപ്പോഴത്തേക്കും എനിക്ക് കമ്പനിയിലായാലും കുറച്ചുകൂടെ നല്ല അവിടെ നാട്ടിലായിരിക്കുന്ന മറോളിലായിരിക്കുന്ന ഹിന്ദുജ ഗ്രൂപ്പിന്റെ കമ്പനിയിൽ കുറച്ചുകൂടെ നല്ല പ്രൊമോഷനും കാര്യങ്ങളും കാരണം ലോക്കൽ പർച്ചേസ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് കൊണ്ട് കുറച്ച് കൂടുതൽ പൈസ എന്റെ കയ്യിൽ വരാൻ തുടങ്ങി. മദ്യപാനം കുറച്ചുകൂടെ കൂടി. അപ്പൊ ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ഒരു കസിൻ എന്റെ ആ സെയിം കമ്പനി തന്നെ ഉണ്ട്. അവൻ ഒരിക്കൽ വൈഫിനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത് എന്താ പറയാ, നല്ല നല്ല മദ്യപാനമാണ്, എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവൾ ഇവിടുന്ന് എനിക്ക് വിസിറ്റിംഗ് വിസ എടുത്തു തന്നു. ഞാൻ കുവൈറ്റിൽ വന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ സാക്കിനാക്ക ചാലിൽ താമസിക്കുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പാണല്ലോ ഒരു വലിയ അനർത്ഥം അല്ലെ, ഒരു വലിയ റയോട്ടിന്റെ ഒക്കെ ഒരു സമയത്തുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ. ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അവിടെ എന്താ പറയാ, 92 റയോട്ടാന്ന് തോന്നുന്നു അല്ലേ? അതെ. ആ സമയം എന്താ പറയാ, ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ പേടിച്ച് ഇരുന്നൊരു സമയമാണ്. കാരണം അതിന്റെ ഒരു ചെറിയൊരു എഫക്റ്റ് എനിക്കും കിട്ടിയായിരുന്നു. കാരണം ഞാന് ആ സമയത്തൊക്കെ നമ്മൾ സാക്കിനാക്കയില് അല്ലെങ്കിൽ പൈപ്പ് ലൈനില് ഒരു ഗുണ്ടായിസം അല്ലെങ്കിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്. കാരണം ഇങ്ങനെ ആൾക്കാരുമായിട്ട് എപ്പോഴും കൂടി നടക്കുകയും അല്ലെങ്കിൽ പിന്നെ വേറൊരു സാക്കിനാക്ക തന്നെയാണെന്ന് കൊണ്ടുവന്ന് ഒരു തീവാരി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ പിന്നത്തെയും പറയാന്ന് വിചാരിച്ച തീവാരി ഗ്രൂപ്പ് ഞാൻ ഓർത്ത് ഫസ്റ്റ് മിസ്സായെന്ന് ഓർത്ത് ഓർപ്പിച്ചത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം ആ കാലത്ത് നടന്ന ചില സംഭവങ്ങള്. അതെ. അന്നത്തെ അവിടുത്തെ മുസ്ലിം ഹിന്ദു പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ഇതിനകത്തൊക്കെ ഞാനൊക്കെ പെട്ടുപോയ അനുഭവങ്ങളുണ്ട്. ഭയങ്കര ചെക്കിങ്. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോ ഒരു സഹോദരൻ, അതായത് ഞാനുമായിട്ട് ഭയങ്കര ബന്ധത്തിൽ സഹകരിച്ചു പോകുന്ന ഒരു സഹോദരൻ ഈ ഒരൊറ്റ വിഷയം കൊണ്ട് അന്ന് എനിക്കിട്ട് വെറുതെ ഒരു കാരണമില്ലാതെ അടിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ തീവാരിച്ചാലിൽ താമസിക്കുമ്പോൾ ഈ തീവാരി ഗ്രൂപ്പ് അവിടുത്തെ ഭയങ്കര ഇച്ചിരി ക്രൈമൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഇവര് വന്നിട്ട് എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് വന്ന് ഒളിച്ചു താമസിക്കുന്നത് ഞങ്ങളുടെ റൂം. പക്ഷെ ഇതൊന്നും ആദ്യ കാലങ്ങളിൽ നമുക്കറിയത്തില്ലായിരുന്നു. ഇവരൊക്കെ വന്ന് രാത്രി വന്ന് മുട്ടും, വേഗം തന്നെ കയറി കിടക്കും. ഇവരുടെ തലയുടെ കീഴെ നോക്കുമ്പോൾ റിവാൾവറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ഇരുന്നുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല ഇതൊന്നും ഓപ്പൺ ആയിട്ട് ഇങ്ങനെയൊന്നും പറയാമെന്നുള്ളത്.
അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്കൊരു പിൻബലമാണെന്ന് അന്നൊക്കെ തോന്നിയ ഒരു സമയങ്ങളുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാൽ അവരൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ള. അപ്പൊ ആ റൂമിലൊക്കെയാണ് ചീട്ടുകളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റൂമിൽ വന്നിരുന്ന് അവർ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കും, അല്ലെങ്കിൽ അവർ വന്നിരുന്ന് മദ്യപിക്കും. കാരണം ബാച്ചിലേഴ്സ് ആണല്ലോ, ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇത് ആ, പിന്നത്തേതിൽ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഭാരമായിട്ടൊക്കെ വന്നത്. കാരണം ഞങ്ങളുടെ നമ്മുടെ പേഴ്സണൽ ടൈമൊക്കെ അതൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. പിന്നത്തേതിൽ അത് കുറേശ്ശെ അത് മാറി. പക്ഷെ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അവിടുന്ന് പോരേണ്ട സമയം 94 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവിടുന്ന് മൂവ് ചെയ്യാനുള്ള രീതിയിലൊക്കെ വന്നു. ദൈവം ആ ഒരു തലത്തിലൊക്കെ നമുക്ക് കൊണ്ടുവന്നു അത്. അപ്പൊ അതിനുശേഷം 92 ഞങ്ങളുടെ 92 അവൾ കുവൈറ്റിലേക്ക് വന്നു. 94 അവൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ കല്യാണം നടന്നു. 6 മാസം കഴിഞ്ഞപ്പോ 8 മാസം കഴിഞ്ഞപ്പോ ഞാന് വീണ്ടും കുവൈറ്റിലേക്ക് കയറി വന്നു. അതിനുശേഷം പിന്നെ ജോലിയോടെ ബന്ധത്തിൽ 96 ജനുവരിയിൽ തന്നെ ഞാനിവിടെ കടന്നു വന്നു. ജനുവരി കടന്നു വന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു. പക്ഷെ കമ്പനിയിൽ ജോയിൻ ചെയ്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് പക്ഷെ ഈ കുവൈറ്റില് ഈ ഇവിടെ വന്ന വീട്, അതായത് ഞാൻ വിസിറ്റിങ്ങിന് വന്ന് താമസിച്ചത് ലിസിയുടെ ഒരു ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് വന്ന്. ഇതൊരു സാക്ഷ്യമായിട്ട് മാത്രം നിങ്ങൾ അത് ഏറ്റെടുക്കുക ഈ കേൾക്കുന്നത്. ആ വീട്ടില് ആ കാലത്തൊന്നും ഇത്രയൊന്നും ചെക്കിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ആ വീട്ടിലും വന്നിരുന്ന് മദ്യപിച്ച സമയങ്ങളുണ്ട്. പക്ഷെ അത് എനിക്കറിയത്തില്ല പബ്ലിക്കായിട്ട് അത് പറയാമോ എന്നുള്ളത്. ഇവിടെ സുലഭമായിട്ട് ആ സമയത്ത് കിട്ടുമായിരുന്നു, വേണമെന്നുള്ളവർക്ക്. ഓക്കെ. അപ്പൊ അങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇവിടെ ജോലിയിൽ വന്നു. ആ സമയത്ത് ഞാനിവിടെ മദ്യപിക്കുമായിരുന്നു. കുവൈറ്റിനെ സംബന്ധിച്ച് ഇത് ഒരിക്കലും പാടില്ലാത്ത ഒരു രാജ്യമാണ്. അപ്പോ അതങ്ങനെ ആ ഒരു സമയം മറന്നു. ഓക്കെ, അത് ഞാൻ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും പറയാം. ഓക്കെ, എനിവേ അതിനുശേഷം ഈ 97 ഞങ്ങളുടെ ലൈഫില് ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങൾ കുടുംബമായിട്ട് താമസം തുടങ്ങി. അതിനുശേഷം അവള് പ്രഗ്നന്റ് ആയി. ആദ്യത്തെ ഞാൻ വിസിറ്റിങ്ങിന് വന്നപ്പോൾ ലിസി പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അത് അബോർഷൻ ആയി പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. അതിനുശേഷം 97 അക്സയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ ബാബു ദാനിയൽ അന്ന് ബോംബെയിൽ ഉല്ലാസ് നഗറിലായിരുന്നു ദേവദാസൻ, അവിടുന്ന് കുവൈറ്റിലേക്ക് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. ഇവിടുന്ന് തൊട്ടാണ് മാസ്റ്റർ എന്റെ ആത്മീയ ലൈഫിന് വ്യത്യാസം വരുന്നത്. ഇവിടുന്നാണ് എന്റെ ആത്മീയ ലൈഫിന് വ്യത്യാസം വരുന്നത്. ഈ സമയത്തൊക്കെ ഞാൻ മദ്യപിക്കുമായിരുന്നു. അപ്പോ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇവിടെ ബെഹറിൽ നിന്ന് ഒരു ദേവദാസൻ രാജു എന്ന്, ദേവദാസനല്ല, ഒരു കമ്പനിയുടെ ഒരു മാനേജർ രാജ്ചാൻ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന രാജ്ചാൻ ഇവിടുന്ന് ബെഹറിൽ ഒരു കമ്പനി, കുവൈറ്റിൽ ഒരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ബ്രാഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനിയിലെ മാനേജറായിട്ട് രാജു എന്ന് പറയുന്ന ഒരു അച്ചായൻ ഇവിടെ വന്ന് ഞങ്ങളുടെ അടുക്ക വന്ന് ഷെയറിങ്ങിന് വന്ന് താമസിച്ചു. അതായത് ഞങ്ങൾ അന്ന് 2 റൂമായിരുന്നു. ഞങ്ങൾക്ക് 2 റൂമുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഒരു റൂമ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു റൂം ഞങ്ങളുടെ ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് ഞങ്ങള് ഒരു റൂം അവർക്ക്, ഈ രാജ്ചാന് ഞങ്ങള് ഷെയറിങ്ങിന് കൊടുത്തു. ഈ രാജ്ചാൻ അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പെന്തക്കോസ് വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്ചാനാണ്. ഈ രാജ്ചാനാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാല് ബാബു ദാനിയൽ പാസ്റ്ററിനെ പരിചയപ്പെടുത്തുന്നത്. രാജ്ചാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദൈവദാസൻ ബഹറിൽ വന്നിരുന്നു, നല്ല ദൈവദാസനാണ്. അപ്പൊ ഞാനിപ്പോ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എന്റെ റൂം ഇവിടെ ഉണ്ടല്ലോ, അപ്പോ ഇവിടെ വന്ന് താമസിച്ചോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. ഈ ബാബു ദാനിയൽ പാസ്റ്റർ 97 ഇവിടെ വരുന്നത്. ആ സമയത്ത് ജനുവരിയിലൊക്കെ അന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ നന്നായിട്ട് മദ്യപിക്കും. അന്ന് ആ സമയത്ത് എനിക്ക് കമ്പ്യൂട്ടറിന്റെ ഷോപ്പുണ്ട്. അതായത് കുവൈറ്റിൽ അബ്ബാസിയയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടറിന്റെ ഷോപ്പ് തുടങ്ങിയത് ഞങ്ങൾ ഒരു 2-3 പേര് കൂടിയിട്ട് ഷെയർ കൂടിയിട്ടാണ് തുടങ്ങിയത്. ആദ്യത്തെ സൈബർ പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ബാബു ദാനിയൽ വരുന്നത്.
ഓക്കെ. അപ്പോ ഈ ആ, ഈ സമയത്ത് ഞാനിവിടെ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു 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 സമയമാണിത്. എനിക്കറിയത്തില്ല ഇത് എത്രമാത്രം ഇതായിട്ട് പറയാമെന്നുള്ളത്. ഓക്കെ. മദ്യപിക്കുന്ന ഒരു ഒരു സമയമാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിന്റെ ട്രബിൾ ഷൂട്ടിങ് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിന്റെ കൂടെ കുറച്ചു നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മദ്യപിച്ച് വീട്ടിൽ കയറുന്ന ഒരു 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 സംഗതി. അപ്പോ വീട്ടിലെ കാര്യങ്ങള് ആ, എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഒരു എന്താ പറയാ, നമുക്കറിയാലോ, ഒരു 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 വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ബാബു ദാനിയേൽ പാസ്റ്റർ ഇവിടെ വന്നു. അപ്പൊ പാസ്റ്റർ എന്നോട് ആദ്യത്തെ രാത്രി തന്നെ, അതായത് താൻ ഇവിടെ വന്നു, തനിക്ക് വേണ്ടിയിട്ട് ഞാനാണ് വിസ എടുത്ത് ഇവിടെ വന്നു. വിസ ആ, ഞാൻ ആ, ഈ ദേവദാസൻ അകത്തിരിക്കുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് വെളിയിലിരുന്ന് മദ്യപിക്കുന്നു. ഈ ദേവദാസൻ വെളിയിൽ ഇറങ്ങി വന്നിട്ട് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് മാറ്റി, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർ കൂട്ടുകാർ കുറച്ചു പേര് വെളിയിട്ട് പോയി. ഞാനും വൈഫും കൂടെ ഇരുന്ന് കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വൈഫ് ആ ടൈമിൽ ഫുൾ ടൈം ഫുൾ ടൈം പ്രഗ്നന്റ് ആണ്. അത് എന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയ ഒരു ദൈവദാസനാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ബാബുദാനിയൽ പാസ്റ്ററെ ദൈവം അന്ന് എന്റെ വീട്ടിലേക്ക് അയച്ചില്ല എങ്കിൽ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ദേവദാസനോട് ഇവിടെ വന്നപ്പോ ഒന്ന് സൂചിപ്പിച്ചതാന്ന് പറഞ്ഞു, പാസ്റ്റർ എന്താണ് പാസ്റ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്റെ ജീവിതത്തിൽ മാറ്റി തന്നെ, എന്റെ ചിന്താഗതികളെ മാറ്റിയ ഒരു ദേവദാസനാണ്. കാരണം ഞങ്ങള് രണ്ടുപേരും ജോലിക്ക് പോകും. ഞങ്ങൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ചോറും കറിയും ഒക്കെ റെഡിയായി. അതുപോലെ വീട്ടിൽ എന്തൊക്കെ അടുക്കള വരുന്ന ദിവസം തന്നെ ഈ ദേവദാസൻ കിച്ചണിൽ കയറിയിട്ട്, ഞങ്ങൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ കിച്ചണിൽ കയറി നോക്കും, അവിടെ എന്തൊക്കെ സാധനങ്ങൾ കുറവുണ്ടോ അതൊക്കെ താഴെ കടയിൽ ചെന്ന് ഓർഡർ ചെയ്യും. അത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ പാത്രങ്ങളും നിറച്ചു. അപ്പൊ ഞാനും വിചാരിച്ചു, ഇത് പാസ്റ്റർ തന്നെയാണോ? കാരണം എന്റെ കാഴ്ചപ്പാടിൽ കിടക്കുന്ന പാസ്റ്റർ വേറെയാണ്. എന്റെ ചിന്താഗതി കിടക്കുന്ന പാസ്റ്റർമാർ വേറെ. അവര് മറ്റുള്ളവരെ പിഴിഞ്ഞ് ജീവിക്കുക, മറ്റുള്ളവരെ നിന്ന് പൈസ വാങ്ങിക്കുക, മറ്റുള്ളവരെ നിന്ന് ഇങ്ങനെയാണ് അവര് അമേരിക്കയിൽ നിന്ന് പൈസ വരുന്നു, അവരതുകൊണ്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, പൈസയ്ക്ക് വേണ്ടി. ഞാൻ ആദ്യമേ തന്നെ ആ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇത് നേരെ ഉൾട്ടേ കാണുന്നത്. ഞങ്ങള് താഴെ പോയിട്ട് എന്താ പറയാ, ഫിഷ് കിട്ടുന്നിടത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, മീറ്റ്, അല്ലെങ്കിൽ ഇത് ചിക്കൻ കിട്ടുന്നിടത്ത് പോയിട്ട് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വിഭവസമൃദ്ധമായ സദ്യ ഈ ദേവദാസൻ ഒരുക്കുകയും. ഇത് എന്റെ കാഴ്ചപ്പാടിനെ ടോട്ടലി മാറ്റി. ഇങ്ങനെയും ദേവദാസന്മാരുണ്ടോ, ഇങ്ങനെയും പാസ്റ്റേഴ്സ് ഉണ്ടോ? പിന്നെ ഞങ്ങൾ തമ്മിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചുകൂടി ഞാൻ എടുക്കാൻ തുടങ്ങി. ദൈവമായിട്ട് അത് പരിശുദ്ധാത്മാവ് ഭയങ്കര ഒരു ബോണ്ടിങ്ങിലേക്ക് ഞങ്ങളെ മാറ്റി. കാരണം പ്രത്യേകിച്ച് ഒന്ന് പറയാനുണ്ട്, ഈ ബാബുദാനിയേൽ പാസ്റ്റർ ബാൻഡൂപ്പില് താപ്പ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്തുണ്ടാണ്. ഞാനിവിടെ തിവാരിയുടെ ഗ്രൂപ്പിലുണ്ട്. ഈ തിവാരിയുടെ കുറെ കാര്യങ്ങൾ കൂടി ഞാൻ അവരുടെ കൂടെ നടക്കും. ഞാൻ മറ്റൊന്നിനും പോകത്തില്ല, പക്ഷെ കൂടെ നടക്കുവാണ്. എനിക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം. അവസാനം എനിക്ക് തോന്നുന്നത് തിവാരി മരിച്ചത് താപ്പ ഗ്രൂപ്പിൽ നിന്ന് വെടിയേറ്റിട്ടാ മരിച്ചത്. അവിടെ സാക്കിനൊക്കെ പൈപ്പ് ലൈനിൽ പുള്ളി അവിടെ അവരുടെ കടയിൽ നിൽക്കുമ്പോൾ വെടിയേറ്റ മരിച്ചെന്നുള്ളത് 98 ഞാനിവിടെ കുവൈറ്റിലാടുന്ന സമയത്ത് അതവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവരുടെ കുറെ കാര്യങ്ങൾ, ഞങ്ങളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഈ കാര്യം എനിക്ക് ഈ പാസ്റ്ററുമായിട്ട് ഒരു പ്രത്യേക ബന്ധത്തിൽ വന്നു. അപ്പൊ ഞങ്ങൾ കൂടുതൽ ബന്ധത്തിൽ. അപ്പൊ എന്റെ പാസ്റ്റർ, അന്ന് എനിക്ക് വണ്ടിയുണ്ട്, പാസ്റ്ററിനെ മീറ്റിങ്ങിന് ഞാൻ കൊണ്ടുവിടും. ഞാൻ വെളിയിൽ നിൽക്കും, മീറ്റിങ്ങിന് കയറത്തില്ല. പാസ്റ്റർ എന്നെ ഡെയിലി ഇപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആണല്ലോ മീറ്റിംഗ്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം പോകുമ്പോൾ എന്നെ മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചോണ്ട് പോകും. ആദ്യ സമയങ്ങളിൽ വരുമ്പോൾ ഞാൻ മീറ്റിങ്ങിന് കയറത്തില്ല, വെളിയിൽ പാസ്റ്ററെ കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ വെയിറ്റ് ചെയ്യും. പക്ഷെ ഈ സമയത്ത് തന്നെയാണ് അക്സയുടെ വൈഫിന്റെ ഡെലിവറി, അക്സയെ പ്രസവിക്കുന്നത്. പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, നോർമൽ ഡെലിവറി ആയിരിക്കും, പൊക്കോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി പെൺകുഞ്ഞാണെന്നുള്ളത് നമുക്ക് നാട്ടില് നമുക്കത് എനിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ തന്നെ പറയും പെൺകുഞ്ഞാവുന്നതിനെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് അത് അറിയാറുണ്ട്. ഇതുപോലെ അവിടെ പോയി ഡെലിവറി ആയി മടങ്ങി വന്നു. പാസ്റ്ററാണ് കുഞ്ഞിന് പേരിട്ടത്. എന്നോട് ചോദിച്ചു എന്ത് പേരാ ഇടേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ബൈബിളിലെ നല്ലൊരു പേരിടണം,
അത് എന്റെ അപ്പച്ചന്റെ പേര് വർഗീസ്, അമ്മയുടെ പേര് അന്നക്കുട്ടി എന്നുള്ളതിന് അൻ ചേർത്തിട്ടുള്ള പേരിടാം. അങ്ങനെയാണ് അക്സ അൻ ജോയി എന്നാണ് അക്സയുടെ ഫുൾ നെയിം. അപ്പൊ ആ പേര് പാസ്റ്റർ ഇട്ടതാണ്. ഓക്കെ. അതിനുശേഷം പിന്നെ 90 എല്ലാ വർഷവും മിക്കവാറും 97 പാസ്റ്റർ വന്നു. അതിനുശേഷം 99 വന്നു. പിന്നെ പാസ്റ്ററുമായിട്ട് ഒരു ബന്ധമില്ല. കുറച്ച് എനിക്ക് തോന്നുന്നു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, അന്ന് ലാൻഡ് ഫോണോ നമുക്ക് ഇവിടെ ഉള്ളൂ, മൊബൈൽ ആയി വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു വർഷം 2000-ലാണ് പിന്നെ പാസ്റ്റർ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നത്. ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ബോംബെയിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പാസ്റ്റർ വീണ്ടും വന്നു. പിന്നെ പാസ്റ്ററിന്റെ ഒരു ഭയങ്കര, അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നു, അതൊക്കെ പറഞ്ഞു. എനിവൻ, പക്ഷെ പിന്നെ അതിനുശേഷം എല്ലാ വർഷവും, മിക്ക വർഷവും തന്നെ പാസ്റ്റർ കുവൈറ്റിൽ വരും. ഈ വരുമ്പോഴൊക്കെ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് വചനം പറയുകയും നമ്മുടെ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരികയും ചെയ്യുവാണ്. ഇത് ഞാനത് കേൾക്കും, പക്ഷെ അനുസരിക്കാൻ തയ്യാറല്ല. പാസ്റ്റർ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും, പാസ്റ്റർ മീറ്റിങ്ങിന് കൊണ്ടുവിടും. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് ഒരു 2002, 2003, 2004 ഈ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും പാസ്റ്റർ വരുമ്പോ പാസ്റ്റർ കൂടെ മീറ്റിങ്ങിന് കയറിയിരിക്കാൻ തുടങ്ങി. അപ്പൊ പാസ്റ്റർ ഓരോ മെസ്സേജ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇരുന്ന് കരയും, കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരും. പിന്നെ എനിക്ക് തോന്നി ഇതിനോട് എന്തോ ഒരു താല്പര്യം ഇങ്ങനെ കൂടി വന്നു. പക്ഷെ 2005 എന്റെ ലൈഫ് മാറ്റിമറിച്ച കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ആ 2005 ആയപ്പോഴത്തേക്കും എനിക്ക് ആരോ എന്നെ നിർബന്ധിക്കുക ഈ ബൈബിൾ വായിക്കാനായിട്ട്. അതായത് ജസ്റ്റ് നമ്മള് ഒന്ന് ഞാൻ കിടന്നുറങ്ങി, നമുക്കറിയാം ഒരു ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, അല്ലെങ്കിൽ എന്നെ ആരോ തട്ടി ഇങ്ങനെ വിളിക്കുകയാണ്, എഴുന്നേക്കുക എന്ന് പറഞ്ഞിട്ട്. എഴുന്നേറ്റ് നേരെ പോയിട്ട് ബൈബിൾ എടുത്തിട്ട് ഇവിടെ എന്താ പറയാ, ഈ ഹാളിൽ വന്നിരിക്കുക, അങ്ങനെ വായിക്കുക. പിന്നെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ അന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ബൈബിള് വായിക്കുക. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങള് കുടുംബ പ്രാർത്ഥന ഉള്ള സമയത്ത് വൈഫ് അവള് വിളിച്ചിരുത്തി, കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പാട്ട് പാടുന്ന ആ ഒരു ഇതിൽ മാത്രം ഞാനും കേട്ടിരുന്ന അങ്ങ് പാടുന്ന ഒരു അനുഭവത്തിലേക്കായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആരോ എന്നെ നിർബന്ധിക്കുകയാണ് ബൈബിള് വായിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന ഒരവസ്ഥ. പക്ഷെ ഇതിന്റെ ഒരു മറു സൈഡ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സൊക്കെ, ഞാൻ ജോലിയുണ്ട്, ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. എന്ത് ബിസിനസ് ചെയ്താലും അതെല്ലാം എന്താ പറയാ, ഒരു തകർച്ചയുടെ അനുഭവത്തിലേക്ക്. 2004, 2005 ആയപ്പോഴത്തേക്കും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കമ്പ്യൂട്ടറിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ഞാൻ അസംബ്ലി ചെയ്ത് കൊടുക്കുമായിരുന്നു. ഒരു കമ്പ്യൂട്ടർ അന്ന് ഞാൻ അസംബ്ലി ചെയ്യുമ്പോഴത്തേക്ക് കുവൈറ്റിന്റെ ഏകദേശം 50 KD എനിക്ക് ലാഭം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ കുവൈറ്റിൽ നിന്ന് സമ്പാദിച്ച പൈസ കൊടുത്തിട്ട് ഞാൻ കോലഞ്ചേരിയിൽ ഒരു 27 സെന്റ് സ്ഥലവും ഒരു വീടും കൂടെ വാങ്ങിച്ചു. പിന്നീട് അതിനുശേഷം ഒരു 3 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാനത് റിനോവേറ്റ് ചെയ്തു. പക്ഷെ ഒരു രാത്രി പോലും എനിക്ക് ആ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ല. ഞാനൊരു വീട് മേടിച്ചു, ആ വീട് റിനോവേറ്റ് ചെയ്തു. ഈ കാര്യം ചെയ്തിട്ട് ഒരു രാത്രി പോലും എനിക്ക് കിടക്കാൻ പറ്റിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അത് പറയട്ടെ, എന്റെ ആ ഒരു ടൈം പീരീഡിൽ പൈസ കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെയൊക്കെയോ പല വഴിക്കങ്ങ് പോവാണ്. എന്താ ഒരു ബെനിഫിറ്റ് ആവുന്നില്ല ഒരു കാര്യത്തിൽ. എന്താ പറയാ, നമ്മള് എന്താ പറയുന്ന ഒരു നാടൻ ഭാഷ പറയില്ല, ക്ലച്ച് പിടിക്കുന്നില്ല എന്നല്ല, പച്ച പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. കടത്തിന് മേലെ കടം. അതായത് ഞാൻ ചിട്ടി നടത്തി. ഞാൻ ഒരു 10,000 ദിനാറിന് ആ ചിട്ടി പൊട്ടി. എനിക്ക് വേറെ ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടി, എന്റെ അവസാനത്തെ 2 ചിട്ടിയായിരുന്നു എനിക്ക് കിട്ടാനുള്ള. അതും 1,500 KD വെച്ച് 1,500 വെച്ച് 3,000 KD. ഏകദേശം നല്ലൊരു എമൗണ്ട് ആണ് നാളെ ഇന്ത്യയില്. അപ്പൊ അങ്ങനെ ആ ആൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ കുറെ പ്രശ്നങ്ങളാ. അതായത് 2000-ന്റെ ആ സമയമൊക്കെ, 2000, 2008 വരെ ഒരു ഭയങ്കര വല്ലാത്തൊരു എന്റെ ബോസിന്റെ വണ്ടി ഞാൻ ഓടിച്ചോണ്ട് പോകുന്നു. ആ വണ്ടി പോയി ആക്സിഡന്റ് ആവുന്നു.
അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തോ ദൈവത്തിന്റെ പ്ലാൻ ഉള്ളതാണെന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മളപ്പോഴും ജ്യോതിശാസ്ത്രവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ചിന്താഗതി നമ്മൾ എല്ലാ ആഴ്ചയിലും വാരഫലം നോക്കുന്നു. ഈ ആഴ്ചയിൽ വാരഫലം എന്തായിരിക്കും എന്നൊക്കെ നോക്കി പോകുന്നൊരു ഇത്. നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ എന്താ പറയാ, പരിമലയ്ക്ക് കാൽനടയായിട്ട് പോകുന്നു പിറവത്തുനിന്ന്. അതുപോലെ തന്നെ മഞ്ഞീനിക്കര കാൽനടയായിട്ട് നടക്കുന്നു, കോതമംഗലത്തിന് കാൽനടയായിട്ട് നടക്കുന്നു. പിന്നീടാണ് കർത്താവിന്റെ വചനം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് യാഗത്തിലല്ല കരുണയാൽ അത്ര എന്നുള്ളത്. നമുക്ക് പിന്നീടാണ് അത് മനസ്സിലാകുന്നത്. പക്ഷെ ഇത് ഈ സമയത്ത് ദേവദാസന്റെ അത് വരുന്നുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവിക ആലോചനകൾ ദൂതുകൾ ഞങ്ങൾക്ക് നൽകി തരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടു പോകുന്ന ഒരവസ്ഥ, വെറുതെ ഇങ്ങനെ ഈ ചെവി കൂടെ കേൾക്കുന്നു, ഇതിങ്ങനെ തള്ളിക്കളയുന്നു എന്നുള്ള ഒരു ജീവിതത്തിന്റെ ഒരു ശൈലി മാത്രം. ഞാൻ അപ്പോഴും എന്റെ കൂട്ടുകാര് മദ്യപാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലിയിൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ. പക്ഷെ ഈ 2005 2006 വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബൈബിള് വായിക്കണം, ഇത് ശരിയാണോ എന്ന് അറിയണം, ഈ ദേവദാസൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയണം എന്നോർത്തിട്ട് ഞാൻ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അത് ഓഫീസിൽ ഇരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇത് ഈ പറയുന്നതൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ഇത് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചിൽ ഇതൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഇതൊന്നും പറഞ്ഞു തരുന്നില്ല, മനസ്സിലാക്കി തരുന്നില്ല. സൺഡേ സ്കൂളിൽ പഠിച്ചത് സഭാചരിത്രമാണ് സൺഡേ സ്കൂളിൽ പഠിച്ചത്. അതിനപ്പുറത്തേക്ക് വേറൊന്നും സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ വചനമൊന്നും മറ്റേ എന്താ പറയാ, യോനയുടെ കഥ പറയും, സക്കായുടെ കഥ പറയും. അത് ആ കഥയായിട്ട് ഒന്ന് കേൾപ്പിച്ചു പോരുന്ന ഒരു തലം. ദൈവവചനം അതിന്റെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ പൊരുൾ തിരിച്ചു തരുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ന് ഷണ്ടൻ പറഞ്ഞതുപോലെ ഒരു പീലിപ്പോസിനെ നമുക്ക് ദൈവം അയച്ചു തന്നു വീട്ടിലേക്ക്. പക്ഷെ ഇത് കേൾക്കാനുള്ള കുരുട്ടായിരിക്കുന്ന ഹൃദയത്തെ തുറക്കാനും ഞാനൊട്ട് തയ്യാറുമല്ല. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ 2007-8 ആയപ്പോഴത്തേക്ക് ഈ വചനം, ഈ ദേവദാസൻ പറയുന്നത് ശരിയാന്നുള്ള ചിന്താഗതിയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടെത്തിച്ചു. അപ്പൊ അതുവരെ എന്തൊക്കെയോ ഒരു മേഖലകളിലൂടെ എന്റെ ജീവിതം കടന്നുപോയി. 2008 മാർച്ച് 11 ഞാൻ ഈ ഒരു 2008 ബിഗിനിങ്ങിൽ തന്നെ ഞാൻ സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്ത്. സ്നാനത്തെ കുറിച്ച് ദേവദാസൻ വരുമ്പോ പഠിപ്പിക്കും, കേൾക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ എയർപോർട്ടിൽ നിന്ന് ബാബു ദാനിയേൽ പാസ്റ്ററിനെ എയർപോർട്ടിൽ കൊണ്ട് കയറ്റി വിടാൻ നേരത്ത് പാസ്റ്റർ പറയും, ഇപ്രാവശ്യം അനുസരിച്ചില്ല അല്ലെ എന്ന് പറയും. അതിന്റെ ഇടയ്ക്ക് പാസ്റ്ററും വന്നു, അമ്മാമ്മയും വന്നു. ഈ സമയത്ത് പാസ്റ്റർ ദുബൈയിൽ ചർച്ച തുടങ്ങി, ഷാർജയിൽ ചർച്ച തുടങ്ങി. അപ്പൊ വീണ്ടും വരാനായിട്ട് വളരെ അടുത്തായതുകൊണ്ട് ചിലപ്പോൾ വർഷത്തിലൊക്കെ 2 പ്രാവശ്യമൊക്കെ വരും. ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം വന്ന് കൂടെ നിൽക്കും, അതിനുശേഷം മടങ്ങിപ്പോകും. ഇങ്ങനെ ഒരു തലമായിരുന്നു പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ 2008 ബിഗിനിങ് ആയപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂടുതൽ അങ്ങ് എന്താ പറയാ, ഒരു ഭയങ്കര ഒരു തള്ളല്, അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ഒരു പ്രകാശനം ദൈവകൃപയാൽ അത് ദൈവം തന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ തന്നെ പറയണം. കർത്താവിന്റെ ഒരു കൃപ ഞങ്ങളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ പകർന്നത് കൊണ്ട് ഞങ്ങൾ ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ വിസ എടുക്കാൻ പോവാണ്, പാസ്റ്റർ വന്ന് ഞങ്ങൾ സ്നാനത്തിന് റെഡിയാണത് സത്യമെന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായി, വചനത്തിലൂടെ മനസ്സിലായി എന്ന് പറഞ്ഞ് അങ്ങനെ ദേവദാസൻ വരികയും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പാസ്റ്റർ കൂടെ വരുമ്പോഴൊക്കെ പാസ്റ്ററിന്റെ കുറെ പരിചയക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ പോയി കഴിയുമ്പോൾ ആ പ്രാർത്ഥന അങ്ങ് തീരും. അങ്ങനെ ഒരു തലമായിരുന്നു. പക്ഷെ 2008 ദൈവകൃപയാൽ ഞങ്ങൾ അന്ന് 6 പേരാണ് ഇവിടെ കുവൈറ്റിൽ ഞങ്ങൾ സ്നാനപ്പെട്ടത്, ബാബു ദാനിയേൽ പാസ്റ്ററിന്റെ കൈക്കീഴിൽ. അതിനുശേഷം ബാബു ദാനിയേൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത് പാസ്റ്റർ അറിയുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവസഭയുണ്ട്, അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് പാസ്റ്റർ ഇത് പറഞ്ഞു തീർന്നില്ല, പാസ്റ്റർ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. കാരണം ഞാന് ഇത് എന്നെ കേൾക്കുന്ന ദൈവസഭ മറ്റൊന്നും ചിന്തിക്കരുത്. കാരണം ഞാൻ ഈ ദേവദാസന്റെ കൂടെ ഞാൻ മുന്നിൽ പാസ്റ്ററെ ബാഗൊക്കെ പെട്ടിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഏറ്റവും പുറയിൽ വന്ന് നിൽക്കും. ഈ പുറയിൽ വന്ന് നിൽക്കുമ്പോ ഈ സഭകളുടെ ചില കാര്യങ്ങൾ, പുറയിൽ നിന്നുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കേട്ടതോടുകൂടി എനിക്കൊരു ചർച്ചിൽ പോകാനുള്ള ഒരു ഇത് എനിക്ക് വന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചർച്ചിൽ പോയിട്ട് ആരാധിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് അറിയത്തില്ല.
അതെന്റെ ഒരു റോങ് തോട്ട്സ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പല കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ചർച്ചിൽ പോകുന്നില്ല എന്നിങ്ങനെ. പക്ഷെ ദേവദാസന് അറിയാം ഈ ഇത് ഇവിടെ വന്ന് ഈ ഹോളിൽ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഹോളിൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും വൈഫും പിള്ളേരും കുഞ്ഞുങ്ങളും കൂടെ കൂടിയിട്ട് ഞങ്ങള് ഇവിടെ ഇരിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പായൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇത് ഇങ്ങനെ ഇങ്ങനെ ഏകദേശം ഒരു 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 കുറച്ച് നാളിങ്ങനെ പോയിക്കൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും ആ മദ്യപാനം നിർത്തി ഒരാള് അവിടെ പ്രയർ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് എന്റെ അളിയൻ ജോസിനെ അറിയാം. ജോസിന്റെ കമ്പനിയിൽ നിന്ന് ഒരു 6 പേര് ഒരുമിച്ച് വന്നു. ഇങ്ങനെ ഒരു വേറെ തൃശ്ശൂരുള്ള ഒരു ജോസ് ചായനും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 6 പേര് ഒരുമിച്ച് വന്നു. അപ്പൊ അവര് കർത്താവിന്റെ കൃപയാല് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മറ്റേ ഓർത്തഡോക്സിൽ നിന്നൊക്കെ വന്നവരായിരുന്നു അതിനകത്തുള്ള. പക്ഷെ അവര് പെന്തക്കോസ് വിശ്വാസികളാണ്. പക്ഷെ അവര് അന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് അവര് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇത് പിന്നെ അത് ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതൊരു 6 മാസത്തിനുള്ളില് ഇതൊരു കൂട്ടായ്മയായിട്ട് മാറി. പക്ഷെ ഈ സമയത്ത് തന്നെയാണ് എല്ലാ ദിവസവും ഒന്നും എല്ലാവരും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഈ സമയത്താണ് അക്ഷയ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബാബുദാനിൽ പാസ്റ്റർ അവിടുന്ന് വ്യാഴാഴ്ച ദുബായിൽ നിന്ന് വിളിക്കും. വിളിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറയും, വചനം പറയാൻ പറയും. ഞാൻ പറയും, പാസ്റ്റർ ഈ പരിപാടി എനിക്ക് പറ്റത്തില്ല, ഇത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം, എനിക്ക് ഈ പരിപാടി മാത്രം പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി. അപ്പൊ അക്ഷയോട് പറഞ്ഞു മോള് പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഓരോന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവള് അത് എഴുന്നേറ്റ് ഇരുന്നിട്ട് അവളൊരു അരമണിക്കൂറും ഒരു 3/4 മണിക്കൂറും മെസ്സേജിലായിട്ട് അവളിങ്ങനെ അതായത് ആദ്യത്തെ പാസ്റ്റർ അക്ഷയായിരുന്നു ചർച്ചിലെ ആദ്യത്തെ പാസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ചർച്ച ഇങ്ങനെ ദൈവകൃപയാൽ ചർച്ച വളർന്നു. ഇവിടെ വീട്ടിൽ തന്നെയായിരുന്നു ആരാധന തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ കൂട്ടായ്മ കൂടുന്നു. ഏകദേശം ഒരു 10-35 പേരായി അന്ന്. ഈ വരുന്നവർക്കെല്ലാം ദൈവകൃപയാൽ ഇതായിട്ട് എല്ലാവർക്കും ബിരിയാണി കൊടുത്ത് നല്ല ഇതായിട്ട്. അപ്പോഴും ഞാൻ പറയും ഞാൻ അവിടെ സോഡ മേടിച്ച് കാശ ഇതിന് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ അവരെയൊക്കെ പോയി പിക്ക് ചെയ്യും, അവരെ ഇത് ചെയ്യും. അപ്പൊ അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ചർച്ച മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയ്ക്കാണ് അപ്പൊ നമുക്ക് ശരിക്കും ഒരു ലീഡർഷിപ്പ് ഇല്ല. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ഒരു സഹോദരൻ അനിൽ എന്ന് പറയുന്ന ഒരു വർഷിപ്പ് ലീഡർ, ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയായിരുന്നു അതിന്റെ ഏകദേശം 2 വർഷത്തോളം അനിലും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. ആ ചർച്ച അങ്ങനെ പിന്നെ ഹോളിലേക്ക് മാറി. അതിനുശേഷം ചർച്ച നന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരവസരം. പക്ഷെ ഈ സമയത്തും ശുശ്രൂഷ കയറാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. ഇവിടെ ഇതാണ്. അപ്പോ അതിനുശേഷം ഞാൻ ഈ അനില് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനിലും ഫാമിലി ചർച്ചയിൽ നിന്ന് പോയി. അപ്പൊ ചർച്ച വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രതിസന്ധി വന്നു. ഈ പ്രതിസന്ധി വന്നപ്പോ ഞാൻ ഗസ്റ്റ് പാസ്റ്റേഴ്സിനെ മാത്രം വെച്ചിട്ട് ചർച്ച നടത്താൻ തുടങ്ങി. എവരുടേതായിട്ടുള്ള രീതിയിൽ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടെയും പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അന്ന് എനിക്ക് ബിസിനസ് ഒക്കെ ഉള്ള സമയമാണ്. പല ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടി. അത് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷെ വേറൊരു പാസ്റ്റർ പെർമനന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചർച്ച നടത്താമെന്ന് ഇങ്ങനെ അങ്ങനെ നിരൂപിച്ചിരിക്കുമ്പോൾ അതിനും കുറച്ച് ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്ററെ 2012 അന്ന് എനിക്കൊരു പ്രാണയം ഉണ്ടായിരുന്നു. എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവും. അതിനു മുന്നേ അതായത് ഞാൻ ഈ കുവൈറ്റിന്റെ പല സ്ഥലത്തു നിന്നും 2-3 പ്രാവശ്യം ട്രിപ്പായിട്ടാണ് ഈ ജനത്തെ കൂട്ടി വന്നുകൊണ്ടിരുന്നത്. മേബുള്ള, അബു അലീഫ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ജനത്തെ ചർച്ചിൽ കൂട്ടി കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അവസാനം വന്ന് കുളിച്ച് റെഡിയായിട്ടാണ് പിന്നീട് ഞാൻ ചർച്ച ചെല്ലുന്നു. ഞാൻ മിക്കവാറും ചർച്ചിൽ ചെല്ലുമ്പോഴത്തേക്കും വർഷിപ്പ് തീരാറായിട്ടുണ്ട്. അപ്പൊ എന്നെ ഈ ദൈവദാസന്മാര് അറേഞ്ച് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അനിൽ അറേഞ്ച് ചെയ്തോണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പുറകിൽ നിന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അനില് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെയ്തോണ്ട്. പക്ഷെ നമ്മൾ ഈ റെഡിയായി ചർച്ചിന്റെ ഏറ്റവും പുറകിൽ പോയിരിക്കുമ്പോ അവിടെ കടന്നു വരുന്ന ദേവദാസന്മാർ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വീണ്ടും ഓടി വന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് പറയുന്നത്
ദേവദാസ, ഞാൻ ചർച്ചിന്റെ ഇന്ന ആളെന്ന് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നില്ല, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങളെ ദൈവം മുന്നോട്ട് വിളിക്കുന്നു എന്ന് പറയും. ഞാൻ അന്നേരം ദൈവത്തോട് പറയും, പക്ഷേ ദൈവമേ, ഇത് എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് എനിക്കുള്ളതല്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ചർച്ചിലെ വിശ്വാസികളും എന്റെ കുടുംബവും എന്റെ മുന്നിലേക്ക് തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോകുമ്പോഴാണ് 2012 ജനുവരി 5-ാം തീയതി എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകും. എന്റെ കയ്യിൽ ഇരിക്കുന്ന പ്രാഡോയാണ്. ഞാനിങ്ങനെ ഷുബൈക്ക് പോയിട്ട് എന്താ പറയാ, ഇത് ടയർ മാറി തിരിച്ചു വരുമ്പോ പുറകിൽ നിന്ന് ഒരു സിൽവർ ആഡോ എന്ന് പറയുന്ന വലിയ ഒരു 1.8, അതായത് ഹാഫ് ലോറി പോലത്തെ ഒരു ഇത്, അവർ രണ്ട് കുവൈറ്റി പിള്ളേർ ഇങ്ങനെ മത്സരിച്ച് അവർ ഭയങ്കര സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വരിക. അപ്പൊ ഞാൻ ഫാസ്റ്റ് ട്രാക്കിലാണെങ്കിലും ഞാൻ മുന്നിൽ ട്രാഫിക് ഉള്ളത് കൊണ്ട്, ട്രാഫിക് ജാം ആകുന്നതുകൊണ്ട് വണ്ടി പതിയെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവര് മത്സരിച്ച് വന്നിട്ട് എന്റെ വണ്ടിയുടെ പുറകിൽ വന്ന് ഇടിക്കുകയും, ഞാൻ ഇവര് പുറകിൽ വന്ന് ഇരിക്കാൻ കാരണം ഇവര് മത്സരിച്ച് ഇവന് എമർജൻസി ട്രാക്കിലൂടെ കയറിപ്പാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അവനത് കിട്ടിയില്ല. ഇവര് എന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. ഈ വണ്ടി കരണം മറിഞ്ഞ് വേറൊരു, ഈ 4 ട്രാക്കായിരുന്നു, 4 ട്രാക്ക് അപ്പുറം പോയിട്ട് ഒരു മതിലെ പോയിട്ട് ഇടിച്ചു നിന്ന് ഇങ്ങനെ മറിഞ്ഞു. അതോടുകൂടി വണ്ടി ടോട്ടൽ ലോസ് ആയി വണ്ടി. പക്ഷെ എന്റെ പുറകില് സ്പൈനിന് പ്രോബ്ലം വന്നു. എന്റെ കഴുത്ത്, അതായത് ഈ L3 L4 ഒക്കെ ഇങ്ങനെ അകന്നുപോയി. ഒരു ഭയങ്കര ആക്സിഡന്റ് ആയി. എന്നെ നോക്കുമ്പോൾ എന്റെ വായിൽ നിന്ന് എന്താ പറയാ, പല്ല് ഇളകിപ്പോയി. വായിൽ നിന്നും ദേഹത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ട് ചോര. അന്ന് ഒടിവോ മുറിവോ വേറെ ഒന്നുമില്ല. ഞാൻ ഡോർ തുറന്ന് ഞാൻ വെളിയിലിറങ്ങി. പക്ഷെ പാസ്റ്റർ, ഞാൻ ഈ ആക്സിഡന്റ് നടന്ന് ഈ കരണം മറിയുന്ന സമയത്ത് എന്താ പറയാ, ഒരു എന്തോ ഒരു കരം, കർത്താവിന്റെ ഒരു കരം എന്നെ എന്താ പറയാ പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും എനിക്കത് മനസ്സിൽ ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാനിങ്ങനെ എന്താ പറയാ, എന്നിൽ നിന്ന് എന്തോ വിട്ടിട്ട് ഇങ്ങനെ മേളിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ എന്നിലേക്ക് തിരിച്ചു വരുന്നു. ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഞാനത് ഓർക്കുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ എനിക്കത് ശരിക്കും എനിക്ക് ജീവിതത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ ലൈഫിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ എന്നിൽ നിന്ന് അങ്ങ് വിട്ടുപോയത് വീണ്ടും എന്നെ തിരിച്ചു വന്ന് എന്നിലേക്ക് പ്രാപിച്ചതുപോലെ ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അവിടുന്ന് എന്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നു. എല്ലാവരും വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അവര് പെട്ടെന്ന് ഇത് ചെയ്തിട്ട് വിട്ടു എന്നെ. പക്ഷെ എനിക്ക് കഴുത്തിന്റെ വേദന കൊണ്ട് പിറ്റേ ദിവസം പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ നിന്ന് അവരോട് എന്നോട് പറഞ്ഞത് എമർജൻസി സ്പൈനൽ കോഡിന്റെ ഒരു ഓപ്പറേഷൻ. കുവൈറ്റിലെ 2 ഹോസ്പിറ്റലിന്റെ, ഞാൻ ചുരുക്കി പറയാം, കുവൈറ്റിലെ 2 ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലിരിക്കുക. ഒന്ന് ഇബൻസിന ഹോസ്പിറ്റല്, ഒന്ന് ഫർവാനി ഹോസ്പിറ്റല്. അതുപോലെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ അവിടെ എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ആ റിപ്പോർട്ടും ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നാൽ ഈ 3 റിപ്പോർട്ടിനെയും ദൈവം കീറിക്കളഞ്ഞിട്ട്, ആമേൻ, കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി എനിക്ക് പൂർണ്ണ വിടുതൽ തന്നു. കോളർ ഇട്ടുകൊണ്ട് ഞാൻ 6 മാസം കോളർ ഇട്ടുകൊണ്ട് നടന്ന്, കഴുത്തൊന്നും എനിക്ക് തിരിക്കാൻ വയ്യാത്ത ഒരു തലമുണ്ടായിരുന്നു. പക്ഷെ ഈ ആക്സിഡന്റ് നടക്കുന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ അറിയാത്ത എന്നെ ഒരു ദേവദാസൻ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? എന്നോട് പറഞ്ഞ, ആക്സിഡന്റ് ഉണ്ടായി. ഈ ആക്സിഡന്റ് നിന്നെ തകർത്ത് കളയാനായിട്ട് നോക്കിയതാ. പക്ഷെ ദൈവത്തിന്റെ കരുണ നിന്റെ മേലുണ്ട്. ദൈവം നിന്നെ അവന്റെ വേലയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുക. എന്താ പറയുക, ഒരു ശത്രുവിനെ നിന്റെ ദൈവം തകർത്ത് കളയാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞൊരു ദൂത് എന്റെ അടുക്കൽ. ഞാൻ തന്നെ വണ്ടടിച്ചു, കർത്താവ് എന്റെ കാര്യം ഇങ്ങനെ ഇത്ര ഇതായിട്ട് അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും എന്റെ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോഴും ഈ ദൈവദാസൻ പറയുന്നത്, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്കത് എന്താ പറയാ, എനിക്കത് പറ്റത്തില്ല എന്നിങ്ങ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒഴിവായി. പക്ഷെ 3 മാസക്കാലം ഞാനിവിടെ എന്താ പറയാ, ഈ ഇതിനോടുള്ള ഈ ആക്സിഡന്റിനോടുള്ള ബന്ധത്തിൽ എനിക്ക് മെഡിക്കൽ ലീവ് ആയിട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്നു, ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നു. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥനയും ഏകദേശം പ്രാർത്ഥനയും
ഉപവാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ദിവസങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ അനേക കുവൈറ്റ് ആ സമയത്ത് കുവൈറ്റിലേക്ക് ഒരുപാട് ദേവദാസന്മാർ വരും. അവരൊക്കെ എന്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരൊക്കെ പറയുന്നത്, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾ ആ ശുശ്രൂഷയിലേക്ക് കയറി വാ എന്നാ പറയുന്നത്. പക്ഷെ എനിക്കിതങ്ങ് തീരെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ അപ്പോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഈ വിസിറ്റിംഗ് പാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ചർച്ചിൽ ഒരു പെർമനന്റ് ആയിട്ട് ഒരു പാസ്റ്ററെ വെച്ചിട്ട് ഇത് ചർച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ സമയത്ത് പല പ്രശ്നങ്ങളും ചർച്ചിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ വെളിപ്പാടിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു തലം വന്നപ്പോ സ്തോത്രം. അപ്പൊ ഞാൻ യഥാർത്ഥമായിട്ട് ഞാൻ ദൈവത്തോടൊന്ന് ചോദിച്ചു, കർത്താവെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടോ, എനിക്ക് അങ്ങനെ ഉണ്ടോ, എനിക്കത് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തിരിച്ചറിയണം. അങ്ങനെയാണ് ഞാൻ എന്റെ 2012 ഞാൻ നാട്ടിലുണ്ട്. അപ്പോ ഞാന് എന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കോലഞ്ചേരിയിൽ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഇതിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യില്ല, ഞാൻ ഒന്ന് പുറകോട്ട് പോട്ടെ. പക്ഷെ ഈ 2007 തോന്നുന്നു, ഈ നഷ്ടപ്പെട്ട വീടിന് പകരം എനിക്ക് കോലഞ്ചേരി തന്നെ, അവിടെ മെയിൻ റോഡ് അടുത്ത് തന്നെ എനിക്ക് ദൈവം സ്ഥലവും വീടും ദൈവം മടക്കി തന്നു. പാസ്റ്ററെ, വീട് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ബിസിനസ്, കേട്ടില്ല വീട് നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായ നഷ്ടങ്ങൾ വന്നത് കൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അതെ പാസ്റ്ററെ, ബിസിനസ് സംബന്ധമായി എനിക്ക് നഷ്ടം വന്ന് ഏകദേശം കുവൈറ്റിൽ 30,000 ദിനാറോളം ഞാൻ കടക്കാരനായിരുന്നു. പക്ഷെ ഇത്രയും കടക്കാരനെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അത് ഞാൻ മേടിച്ച കാശിൽ ഒരുപാട് കുറച്ച് ഞാനത് വിറ്റതാണ്. എനിക്ക് ഒരുപാട് നഷ്ടം വന്നിരുന്നത്. പക്ഷെ ആ പൈസ ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പൈസ കുവൈറ്റിലെ കടം വീട്ടി. പിന്നെ ഞാനിവിടെ വൈഫിനെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആ കടങ്ങള് വീട്ടിയത്. പക്ഷെ ദൈവം, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ അധ്വാനിക്കുന്ന പൈസ നമുക്കത് കയ്യിൽ നിൽക്കുന്നില്ല, പലവിധമായിട്ട് ചെതറിപ്പോകുന്നു. പക്ഷെ എന്താ പറയാ, ഞാൻ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ പൈസ, അതായത് നിന്റെ അധ്വാന ഫലം നീ നിന്റെ കുടുംബവും അനുഭവിക്കും എന്ന് കർത്താവിന്റെ ഒരു വചനമുണ്ട്. ഈ വചനപ്രകാരം തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ പൈസ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നുള്ളതല്ല പറയുന്നത്. അനാവശ്യ ചെലവുകളെല്ലാം ദൈവം മാറ്റി. ഒന്നുമില്ലേ ഹോസ്പിറ്റലിൽ കൊടുക്കുക, അല്ലെങ്കിൽ പലിശക്കാരന് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ കൂടുതൽ പലിശ കൊടുക്കേണ്ട ഗതികേടൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് കയ്യിൽ വരുന്നതിന് ഉപരിയായിട്ട് പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഈ പൈസ ഇതൊന്നും പിന്നീട് കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഈ അനാവശ്യ ചെലവുകളെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോ ഇത് നമുക്ക്, പിന്നെ ഞാൻ ഈ ലോൺ എടുത്തിട്ടാണ് വീട് പണിതെങ്കിലും നമുക്ക്, പക്ഷെ ആ ലോണിന്റെ ഇടയ്ക്കും ആ ലോണൊക്കെ അടച്ചു തീർക്കാനൊക്കെ ഇടയ്ക്ക് 2 പ്രാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന തലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ദൈവം എന്നെ ആ സ്ഥാനത്ത് തന്നെ ദൈവം എന്നെ മാനിച്ചു. നഷ്ടപ്പെട്ടു പോയെടുത്ത്, നിന്ദിക്കപ്പെട്ടെടുത്ത് എന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം നിന്ദിച്ച ഒരു സ്ഥാനം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒന്നും എടുത്തു പറയാത്തതാ. എന്റെ അപ്പച്ചൻ എന്നോട് പറയാറ്, മോനെ നിനക്ക് മാത്രം ഒരു വീടില്ല, നീ ഉള്ള പൈസ മുഴുവൻ നീ മദ്യപിച്ച് കൂട്ടുകാരും കൂടി നീ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കും, എത്ര കാലം ഇങ്ങനെ ജീവിക്കും. അപ്പോ വീട്ടിൽ ഞങ്ങൾ തറവാട് സ്വത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എന്നോട് പറഞ്ഞു, നീ എന്താ ഇതിനകത്തൊരു വീട് പണി? ഞാൻ പറഞ്ഞില്ല, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് ശുഭകരം എന്ന വചനത്തിൽ പറയുന്നത്, സന്തോഷകരം എന്ന വചനം പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല നമ്മുടെ എല്ലാ സഹോദരന്മാരുടെ വീട് തമ്മിൽ മിനിമം 1 കിലോമീറ്റർ എങ്കിലും ദൂരം ഉണ്ടായിരിക്കണം. നിന്റെ കോഴി എന്റെ പറമ്പിലേക്ക്, നിന്റെ പശു എന്റെ പറമ്പിലേക്ക് എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മള് എന്താ പറയാ, പിന്നീട് അതൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇച്ചിരി സ്ഥലം മേടിച്ച് ഞാൻ വീട് വെച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ വീട് വെച്ച ചരിത്രമൊക്കെ അതൊക്കെ ഒരു ഭയങ്കര സംഭവം. എന്റെ കയ്യില് ഞങ്ങൾ ഇവിടുന്ന് ലീവിന് ചെല്ലുക, അതായത് ഇവിടുന്ന് ലീവിന് ചെല്ലുമ്പോ അത് നിങ്ങളുടെ പാസ് ഒന്ന് കേട്ടാൽ തീർച്ചയായിട്ടും അത് ഒരു സന്തോഷമായിരിക്കും. ഞാൻ ലീവിന് ചെല്ലുമ്പോ മിക്കവാറും ഞാൻ റെന്റിനാ വണ്ടി എടുത്തോണ്ടിരുന്നത്. ഈ ചെല്ലുന്ന അന്ന് തൊട്ടിട്ട് പോരുന്ന അന്ന് വരെ എന്റെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് ബീറും മദ്യകുപ്പിയും ഉണ്ടാവും. കാണുന്ന നമുക്ക് വേണ്ട കൂട്ടുകാർക്കൊക്കെ അത് ഒഴിച്ചു കൊടുത്ത് അത് ഇടയ്ക്ക് എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ഒരു അവസരം. അപ്പൊ ഇതും കൂടി അപ്പച്ചൻ കണ്ടപ്പോഴത്തേക്കും അപ്പച്ചന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി. അപ്പൊ അപ്പച്ചന്റെ, ഞാൻ രാവിലെ
വീട്ടില് നമ്മള് നാട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് നാട്ടിൽ വരുമ്പോൾ നമ്മൾ എഴുന്നേക്കാൾ കുറച്ച് ലേറ്റാവും. വെളുപ്പിനെ അപ്പച്ചനും അമ്മച്ചിയും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, രണ്ടുപേരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അവരിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ പറയാ, എന്നെ കുറിച്ചാണ് കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. മക്കളെ കുറിച്ചാണ് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇതുവരെ ദൈവമേ ഒരു ഇതായിട്ടില്ല. അവൻ കുവൈറ്റിലാണ്, രണ്ടുപേർക്കും ജോലിയുണ്ട്. ബോംബെയിൽ കുറെ കാലം 10 വർഷം ബോംബെയിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കുറെ വർഷങ്ങളാലൊക്കെ കണക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പച്ചന് ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം രാവിലെ എന്നാ പിന്നെ ഞാൻ പറഞ്ഞ അപ്പച്ച അമ്മക്ക് എവിടെയെങ്കിലും പോയിട്ട് സ്ഥലവും വീടൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ പോയി നോക്കാം, നമുക്ക് അത് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചന് ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, അപ്പച്ചനും അമ്മയും ഒന്ന് സന്തോഷിപ്പിക്കുക, ഇവരെ ഈ വണ്ടിയെ കയറ്റി ഒന്ന് ചുറ്റിക്കിറക്കി വീട്ടിൽ ഒരു ഭക്ഷണമൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വിടാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ ഏകദേശം 40 ദിവസം നാട്ടിലുണ്ടായിരുന്നു. ഈ 40 ദിവസത്തിൽ എനിക്ക് 30 ദിവസവും ഈ അപ്പച്ചനെ എന്നും രാവിലെ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്രോക്കർമാരോട് പറയും, ഞാൻ ചെന്ന് പറയും നമുക്ക് നല്ല ഭൂമിയും വീടൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയും എന്താ പറയാ, ഓ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് ആ കുറവുണ്ട് ഈ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഏകദേശം സമയമായപ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാ, എന്റെ കൂടെ പഠിച്ചവന് എന്നെ വിളിച്ചിട്ട് പറയാ, ഇടയിറക്കാ നീ ഇങ്ങനെ കുവൈറ്റിൽ പോയിട്ട് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു, അവനിവിടെ കുറച്ചു കാലം കുവൈറ്റിലുണ്ടായിരുന്നു, നീ ആ പൈസ മുഴുവൻ ഇങ്ങനെ അടിച്ചു പൊളിച്ചു കളയാതെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നീ വന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാനും അപ്പച്ചനും വൈഫും എല്ലാരും കൂടെ കൂടിയിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾക്ക് സ്ഥലം കണ്ടപ്പോ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ 10-11 സെന്റ് സ്ഥലമാണ്. ആ സ്ഥലം ഞങ്ങള് കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാ, എന്റെ പൈസ കൊടുക്കാനില്ല, അപ്പച്ചൻ തന്നെ എടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ സ്ഥലത്തിന് അന്നേരം തന്നെ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുക ചെയ്തു. അപ്പൊ എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് പൈസ മാറി കിട്ടാൻ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് ഒഴിവായി. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല, യഥാർത്ഥമായിട്ട് പൈസ ഇല്ലെന്ന്. അപ്പച്ചൻ തന്നെ അത് ടോക്കൺ കൊടുത്ത് അത് ചെയ്തു. പക്ഷെ ഞാൻ അതിന് ശേഷമായാലും ആ സ്ഥലം അങ്ങനെ മേടിച്ചിട്ടു. ഞാൻ വീടിന് പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ബാബുദാനിയൽ പാസ്റ്റർ വന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആ ബാബുദാനിയൽ പാസ്റ്റർ പറഞ്ഞു, ഈ വീട് ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലൈൻ പാസ്റ്ററാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലിരുന്ന് അത് വരച്ചു തന്നത്. ആ സെയിം പ്ലാൻ വെച്ചിട്ട് ഞാനിവിടെ ഡെവലപ്പ് ചെയ്ത് ഞാൻ ഡ്രാഫ്റ്റ്സ്മാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലാണ് പഠിച്ചത്. ഞാൻ ഓട്ടോക്കാട് ബോംബെയിൽ നിന്ന് തന്നെ പഠിച്ചു ഇതിന്റെ ഇടയ്ക്ക്. അതിനുശേഷം കുവൈറ്റിൽ വന്നിട്ട് ഈ ഓട്ടോക്കാട് അതിന്റെ വർക്ക് കുറെ കാലം ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ദൈവകൃപയാൽ ഈ കമ്പനിയിൽ എനിക്ക് ആ ജോലി കുറച്ചുകൂടെ മെച്ചമായിട്ട് കിട്ടുവാനൊക്കെ കർത്താവിന്റെ കൃപയാൽ സഹായിച്ചത്. ഞാൻ പറഞ്ഞു വന്നു, ഞാൻ എവിടെ നിന്ദിക്കപ്പെട്ട മാസ്റ്ററെ അവിടെ ദൈവം എന്നെ മാനിച്ചു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. അതിനുശേഷം പിറവത്ത് ദൈവം കുറച്ച് സ്ഥലം മേടിക്കാനും അതിപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട്, സ്ഥലം മേടിക്കാനൊക്കെ ദൈവം അനുവദിച്ചു. അതായത് ഈ വീട്ടുകാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഒരു പോഷണായിരുന്നു. സ്തോത്രം. ഒരു അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാം കിട്ടുന്നതെല്ലാം ചെലവഴിച്ച് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രീതിയിൽ എല്ലാം അനാവശ്യമായ ചെലവുകൾ വിട്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, ഏതോ ഒരു ശക്തിയാൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്നു. പക്ഷെ കർത്താവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനാവശ്യമായതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി ദൈവം യഥാർത്ഥ ട്രാക്കിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. മറ്റുള്ള അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നമ്മൾ ഒഴിവാക്കി, വേണ്ടാത്ത ഇടപാടുകൾ നമ്മൾ ഒഴിവാക്കി, അതെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ദൈവം നമ്മളെ യഥാർത്ഥമായ വഴിയിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്നു. സ്തോത്രം. അമേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, സഭയുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും സഭയെ ദൈവം മുന്നോട്ട് വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ അത് അനേക ദൈവദാസന്മാർ, സ്തോത്രം, അല്ലെങ്കിൽ കടന്നു വരികയും ശുശ്രൂഷിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ മെസ്സേജ് കാണുമ്പോൾ തന്നെ ദേവദാസന്മാര് ഈ സാക്ഷി അവരൊക്കെ അറിയുന്ന ഒരു സാക്ഷി ഒട്ടുമുക്കാലും ആൾക്കാര്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതിനുശേഷം 99-ലാണ് അഖിലുണ്ടാകുന്നത്. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും യാക്കോബ ചർച്ചില്, ഇവിടുത്തെ കുവൈറ്റ് യാക്കോബ ചർച്ചില് ഒരു വർഷിപ്പിന് ഉണ്ടായിരുന്നു. എക്സ അവിടെ പാടാനുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് അവർക്കത് എന്താ ഉപകാരമായിട്ട് മാറി. പിന്നെ ദൈവം അക്സയെ എന്താ പറയാ, ഇപ്പോ ബാംഗ്ലൂരിൽ ദൈവം അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അഖിലായാലും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സഭയെ ദൈവം വളർത്തി. ഇപ്പോൾ നാട്ടിലായാലും ഏകദേശം 8ഓളം ചർച്ചുകൾ ഇപ്പോൾ ഉണ്ട്. ഈ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 2000
8-ലാണ് സ്നാനപ്പെടുന്നത്. ആ സമയത്ത് എന്നെ ഇവിടെ ഒരു ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാനും 2014 ഗ്രാജുവേഷൻ അവിടെ എടുക്കുവാനെല്ലാം ദൈവം സഹായിച്ചു. 2013 ഞാൻ പറഞ്ഞു വന്നിടത്ത് ഞാൻ ഇടയ്ക്ക് ബ്രേക്കായി പോയായിരുന്നു. 2012 ഞാൻ പ്രൈസ് കത്ത പാസ്റ്ററുമായിട്ട് എനിക്ക് അന്ന് നേരത്തെ പരിചയത്തിനുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ പ്രൈസ് കത്ത പാസ്റ്ററിനെ ഇവിടെ ഈ കൺവെൻഷന് വേണ്ടിയിട്ട് 2012 ഇവിടെ 12-ലാണ് 10-ൽ സോറി ഞാനത് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. 12 ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ ഈ നാട്ടിൽ ചെന്നപ്പോ ദേവദാസനോട് വിളിച്ചു പറഞ്ഞു, എന്നെ അറിയാത്ത എനിക്കറിയാത്ത ഒരു ദേവദാസനെ എനിക്കൊന്ന് പ്രവാചകൻ ഒരു ദേവദാസനെ എനിക്കൊന്ന് കാണണം, എന്നോടുള്ള ദൈവിക ആലോചന എന്തെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണം എന്നിങ്ങനെ. ഞാൻ ആ ഡേറ്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2012 ഡിസംബർ 24-ാം തീയതി ഞാൻ ധർമ്മക്കണ്ണം പാസ്റ്ററെ കാണാനായിട്ട് ഞാൻ പോവുകയായിരുന്നു. ഞാൻ പ്രൈസ് കത്ത പാസ്റ്ററിന് ഞാൻ അവിടെ ചെല്ലുന്നു. ഒരുപാട് പറഞ്ഞ സമയത്തെക്കാളും ഒരുപാട് ഡിലേ ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അന്ന് ആ ദേവദാസൻ വയ്യാതെ ഭവനത്തിൽ ആയിരിക്കുന്ന ഒരു സമയം. ഞാന് അവിടെ റൂമിന്റെ, അതായത് ഞാൻ ചെന്നു, പ്രൈസ് കത്ത പാസ്റ്റർ അവിടെ ചെന്നപ്പോ അച്ചാന്ന് വിളിച്ചിട്ട് അവിടെ പാസ്റ്റർ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങ് മാറിപ്പോയി. ഞാൻ ആ റൂമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പാസ്റ്ററെ, ഈ ധർമ്മകണ്ഠം പാസ്റ്റർ എന്റെ 18-ാമത്തെ വയസ്സ് തൊട്ടിട്ടുള്ള സകല കാര്യങ്ങളും, എന്നെ അറിയത്തില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പറയാതെ എനിക്ക് മാത്രം അറിയുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം ഒരു 45 മിനിറ്റ് എന്റെ ലൈഫ് ഇന്ന് വരെ നടന്ന കാര്യങ്ങളും അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കടിഞ്ഞാൻ പൊട്ടിയ കുതിരയെ പോലെ ആർക്കും പിടികൊടുക്കാതെ നീ ഓടിയെന്നും പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യനും നീ പിടികൊടുക്കാതെ ഓടിയെന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. അതിപ്പോഴും എന്റെ കയ്യിൽ റെക്കോർഡ് ചെയ്ത് എന്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പാസ്റ്ററെ അന്ന് എന്നോട് പറഞ്ഞു ഒരു ഇതുണ്ട്, മോനെ ഞാൻ നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അതായത് നമ്മുടെ ബാബുദാനിയൽ പാസ്റ്ററിലൂടെ ഒരുപാട് പ്രാവശ്യം ഞാനിത് കേട്ടതാ, മറ്റുള്ള ദൈവദാസന്മാരിലൂടെ ഞാൻ കേട്ടതാ. ഞാനിത് അനുസരിക്കാതിരിക്കുക. 89 ഞാൻ ബോംബെയിൽ വെച്ച് കേട്ടതാ. 89 ബോംബെയിൽ വെച്ചിട്ട് കേട്ടത് ഞാൻ അനുസരിക്കാതിരിക്കുക. പക്ഷെ ഇത് കേട്ടപ്പോ ഞാൻ എന്റെ പിടിവിട്ടുപോയി. ഞാൻ അവിടെ ഇരുന്ന് കുറെ ഇരുന്ന് കരഞ്ഞു. എന്റെ ലൈഫിൽ എന്റെ ഇഷ്ടം എന്താണ്, എന്റെ അനിഷ്ടങ്ങൾ എന്താണ്, എല്ലാം ദൈവം വ്യക്തമായിട്ട് ആ ദേവദാസൻ കൂടെ വ്യക്തമായിട്ട് സംസാരിച്ചു. ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി. ഞാൻ അവിടെ നിന്ന് ആ കട്ടിലിന്റെ താഴെ പുള്ളി കടന്ന കിടപ്പാ, ദേവദാസൻ കടന്ന കിടപ്പാർന്നത്. ഇപ്പൊ എന്താ പറയാ, നിത്യതയിൽ വിശ്രമിക്കുന്നു. ദേവദാസൻ അവിടെ നിന്ന് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ കുവൈറ്റിൽ തിരിച്ചു വന്നു. അപ്പൊ അന്ന് വരെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു അച്ചായൻ UK മകളെ കാണാനായിട്ട് പോകും. അതായത് 2013 ജനുവരി 11-ാം തീയതി ഓർമ്മ. 11-ാം തീയതി തൊട്ടിട്ട് ചർച്ച് ലീഡ് ചെയ്യാനായിട്ട് ആരും. അപ്പോ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഇങ്ങനെ പറയും, നീ കയറ്. എന്നെ അറിയുന്ന ദേവദാസന്മാരോടൊക്കെ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത് എന്താ പറയാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്, മിക്കവാറും ചർച്ച് മിക്കവാറും ബന്ധായി പോകുന്ന ഒരു ഇതാണ്. ഇനി കാരണം പല അനുഭവങ്ങൾ പുറകിൽ ഉള്ളത് കൊണ്ട് ഇനി ആരെയും ഞാൻ ചർച്ച് ലീഡ് ചെയ്യാനായിട്ട് ആരെയും വെക്കുന്നില്ല. അപ്പൊ എന്നെ അറിയുന്ന ദേവദാസന്മാർ, സ്നേഹിക്കുന്ന ദേവദാസന്മാരെ പറഞ്ഞത് ഇല്ല, സന്തോഷായൻ തന്നെ ഒരു 3 ദിവസം ഉപവസിച്ചിട്ട് കയറി, ദൈവം ബലപ്പെടുത്തും എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് എൻകറേജ് ചെയ്ത്. പക്ഷെ ഞാൻ ആ സമയത്ത് എന്നെ 3 ദിവസം ഉപവസിച്ചു. ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ ഈ 2013 ജനുവരി, അതൊരു 11-ാം എനിക്ക് ഓർമ്മ വരുന്നത്. അന്നൊരു വെള്ളിയാഴ്ചയാണ്. ആ ദിവസം ഒന്നുമില്ല ചർച്ച മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അന്നത്തെ കൊണ്ട് രഹബോത്ത് നിന്നു പോകും എന്നിങ്ങനെ പറഞ്ഞ് അന്ന് രാവിലെ ഞാൻ ഇത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചു. ഇന്നത്തോടെ അറിയാം. പക്ഷെ ദേവദാസനെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ കയറി നിന്ന്, ഞാൻ അതിനു മുന്നേ വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹല്ലേലിയ പോലും പറഞ്ഞിട്ടില്ല, മൈക്കെടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. അന്ന് തൊട്ടിട്ട് ദൈവം ഇന്ന് വരെ നിർത്തിയിരിക്കും. ഈ ചർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിക്കുന്നു. ഈ ചർച്ചിന്റെ തുടക്കത്തിലുള്ളപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഹോളിലേക്കുള്ള മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചർച്ചിന് വേണ്ടിയിട്ട് ചുമല ആര് കൊടുത്താലും അവരെ ദൈവം ശരിക്കും മാനിക്കുമെന്നുള്ള ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു.
അതായത് ചർച്ചിന്റെ ആദ്യ സമയങ്ങളിൽ പാസ്റ്റർ അറിയാലോ, ആദ്യ സമയങ്ങളൊന്നും ആരും കൂടുതലും നമുക്ക് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഒരു മനുഷ്യനും ഉണ്ടാവത്തില്ല. ഈ സമയങ്ങളൊക്കെ ചിലപ്പോ മിക്കവാറും ദിവസങ്ങളിൽ ചർച്ച് തലേദിവസം, നമ്മുടെ സ്വന്തം ഹോളല്ല, തലേദിവസം ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു ഹോളാണ് നമ്മൾ വെള്ളിയാഴ്ച പകലിലേക്ക് നമുക്ക് എടുക്കുന്നത്. മിക്കവാറും 11 മണി വരെ അവിടെ മറ്റുള്ള എന്താ പറയാ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ അസോസിയേഷന്റെ ഒക്കെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കും. അവിടെ എന്താ പറയാ പൂജ അല്ലെങ്കിൽ അവിടെയൊക്കെ ഡാൻസ് കാര്യങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു ഹോളായിരുന്നത്. എല്ലാത്തിനും കൊടുക്കുന്ന ഒരു ഹോളാണ്. അപ്പൊ നമ്മളത് തലേദിവസം വ്യാഴാഴ്ച രാത്രി ചെന്ന് അത് ക്ലീൻ ചെയ്ത് പായൊക്കെ വിരിച്ചിട്ട് വേണം. കാരണം വെള്ളിയാഴ്ച രാവിലെ എനിക്ക് സമയമില്ല, ആൾക്കാരെ പിക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ഞങ്ങള് മിക്കവാറും ചിലപ്പോ ഒരു സഹോദരന്മാരെ ആരെങ്കിലും ഉണ്ടാവും. ഒരു കുമാർ എന്ന് പറഞ്ഞ സഹോദരനൊക്കെ അന്നുണ്ട്, നമ്മുടെ കുമാറിനെ അറിയാലോ. അപ്പൊ അവന് ശുഭയ്ക്കുന്ന വന്നം ആ സമയത്ത് പുള്ളിക്ക് അന്ന് വരാൻ പറ്റിയെങ്കിൽ അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കൊക്കെയാ പോകുന്നത്. അവിടെ പോയിട്ട് ഞാനും പിള്ളേരും പോകും. ലിസി ഇല്ലെങ്കിൽ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് പോയിട്ട് ഈ ഹോളെല്ലാം തൂത്ത് വൃത്തിയാക്കി അവിടെയുള്ള ആ മാലിന്യങ്ങളെല്ലാം അടിച്ചു കളഞ്ഞിട്ട് വൃത്തിയാക്കി എല്ലാം റെഡിയായിട്ട് പായൊക്കെ വിരിച്ചിട്ട് നമ്മള് പോരണം. എന്നാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്കത് ഹോൾ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഡ്രെയിനേജ് പൊട്ടിയിട്ട് അവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു. ഞാന് എന്താ പറയാ ഇത് കണ്ടിട്ട് എനിക്കങ്ങ് അതിനകത്തേക്ക് ഇറങ്ങാനും വയ്യ. അന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യണം. ഞാൻ അവിടെ തന്നെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ബേസ്മെന്റിലേക്ക് ഇറങ്ങണം. സ്റ്റെപ്പിന്റെ അവിടെ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇതിൽ 2 അടിച്ച് ഞാൻ ഇതിൽ നടന്നിരുന്നതല്ലേ, എന്നെ എന്തിനു വേണ്ടിയിട്ട് പിടിച്ച് ഇതിനകത്തേക്കൊക്കെ ആക്കിയതെന്നൊക്കെ ദൈവത്തോട് ഒരുപാട് പ്രാവശ്യം പരിഭവമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ദൈവത്തോട് ഇങ്ങനെ ഞാൻ പരിഭവം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അതൊന്നും ഇതിന് അങ്ങനെയുള്ള തിരിച്ചറിവൊന്നും ഇല്ലായിരുന്നു പാസ്റ്റർ, സത്യമായിട്ടും അങ്ങനെ തന്നെയാ പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഈ ദൈവപ്രവൃത്തി എന്നൊക്കെ അറിയാതിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ ദൈവത്തോട് ഒരുപാട് പരിഭവം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞാൻ ഇതിൽ സ്വസ്ഥമായിട്ട് നടന്നതല്ലേ, എന്നെ എന്തിനാ പിടിച്ചിട്ട് ഇതിനാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തോട് പരിഭവം പറഞ്ഞ അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് അതിനുശേഷമൊക്കെ ഇപ്പൊ പാസ്റ്റർ ഇവിടെ വന്ന് കണ്ടതാണ്. ഞാനിപ്പോ ചർച്ചിലെ കാര്യം ഒന്നും അറിയുന്നില്ല. ജസ്റ്റ് ആ സമയമാകുമ്പോൾ ഞാൻ ചർച്ചിലേക്ക് ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും സഹോദരന്മാരെല്ലാം ഒത്തൊരുമിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തലമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചുമൽ കൊടുത്താൽ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റും, നമ്മുടെ തലങ്ങളെ മാറ്റും. ദൈവത്തിന്റെ എന്താ പറയാ അതിന്മേൽ വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകി തരും. ഞാനൊന്ന് പുറകോട്ട് പോകണം. സ്തോത്രം. ഞാന് ഒരു സമയത്ത് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് കണ്ടിട്ട് എന്നെ കണ്ട് മാറിപ്പോയ എന്റെ സഹോദരങ്ങൾ, അച്ഛന്മാരുണ്ട്. അതായത് എന്റെ കസിൻ അച്ഛനൊക്കെ ഉണ്ട്. എന്നെ കാണുമ്പോൾ അവര് മാറിപ്പോവാറുണ്ട് ഒരു സമയത്ത്. പക്ഷെ പിന്നത്തേത് ഞാൻ പലപ്പോഴും എന്താ പറയാ അവരുടെ സ്നേഹം അനുഭവിപ്പാനും അവര് എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അവസരങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അവര് ദൈവം അനുഭവിച്ചാൽ ഈ മെസ്സേജ് അവർ കേൾക്കും, ഈ സാക്ഷ്യം കേൾക്കും അവര്. എന്നെ എന്താ പറയാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു തലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ വീട്ടുകാര്, എന്റെ കൂട്ടുകാര് എന്നെ കണ്ടിട്ട് മാറിപ്പോയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇന്നൊക്കെ അവര് എന്നെ വിളിച്ചിട്ട് അവരുടെ ഭവനങ്ങളിൽ വിളിച്ചിട്ട് പ്രാർത്ഥിപ്പിക്കുന്നു, നീ വന്ന് പ്രാർത്ഥിക്ക് എന്ന് പറയുന്ന ഒരു തലം ദൈവം മാറ്റി തന്നു. അതായത് ടോട്ടലി നമ്മുടെ അവസ്ഥകൾ ദൈവം മാറ്റി, നമ്മുടെ തലങ്ങൾ ദൈവം മാറ്റി. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നമ്മൾ ടോട്ടലി നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റിത്തരും. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പൗലോസ് അഥേനയിൽ ചെന്നപ്പോൾ അവിടെ വിഗ്രഹങ്ങൾ ഇടയ്ക്കുന്ന കണ്ടിട്ട് തനിക്ക് എന്താ പറയാ രോഷമുണ്ട്. പക്ഷേ താൻ പരിജ്ഞാനത്തോടെ അവിടെ സംസാരിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അല്ലെ. അതിനെല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ട് ആമേൻ ഒരു ദേവന് മാത്രം പേരെഴുതിയിട്ടില്ല, ഈ ദേവൻ അതന്ന് സമർത്ഥിക്കാൻ തക്കവണ്ണം പൗലോസിനെ ദൈവം ഉപയോഗിച്ചു. പൗലോസ് അത് കണ്ടിട്ട് ജ്ഞാനത്തോടെ ദൈവം പെരുമാറി. അപ്പോ സ്തോത്രം ഹല്ലേലൂയ. അന്ന് ദൈവം എനിക്ക് ആ വെളിപ്പെടുത്തി തരാതെ, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും അവിടെ പോയിട്ട് പൈസ ഇടുകയും എന്താ പറയാ പരിമല, ഞാൻ ആരെയും കുറ്റമല്ല ഈ പറയുന്നത്, ഞാൻ ചെയ്ത കാര്യം പറയുന്നത്. പരിമലയില് എന്താ പറയാ തിരുമല ആ കട്ടിലയിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് തൊട്ട് നമസ്കരിച്ചൊക്കെ പോകുന്ന അവസരങ്ങളുണ്ട്. അപ്പോ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ കണ്ണ് തുറന്നു കിട്ടിയോളൂ. ദൈവം നമ്മുടെ കണ്ണ് തുറന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് ആ പ്രകാശനം ദൈവം നൽകി തന്നു. നമ്മൾ അതിനനുസരിച്ചിട്ട്
മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ വീട്ടിൽ മിക്കവാറും ഞങ്ങൾ സ്തോത്രം മീറ്റിംഗ് നടത്തും. കഴിഞ്ഞ പ്രാവശ്യം ചെന്നിട്ട് എനിക്ക് മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല. എന്റെ സ്വന്തക്കാർ അതുകൊണ്ട് പരിഭവം പറഞ്ഞ അവസരങ്ങളാണ്. നിങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് വചനം പറയുന്നില്ല, എന്തുകൊണ്ട് ശുശ്രൂഷിക്കില്ല? ആ ഒരു തലത്തിലേക്ക് ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒരു കുളമ്പ് പോലും ഇല്ലാതെ എല്ലാവരും ആമേൻ ഹല്ലേലൂയ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരും. സത്യം അവർക്ക് മനസ്സിലാവും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദേവദാസനോ ചോദിക്കാനുണ്ട്? പ്രൈസ് പാസ്റ്ററെ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് ചർച്ച് ഒന്നുകിൽ തുടരും അല്ലെങ്കിൽ തീരും എന്ന് പറഞ്ഞ് 2013 ജനുവരി മാസം ജനുവരി 11 അന്ന് പോയി സ്റ്റേജിൽ കയറിയതാ. എന്ത് സംഭവിച്ചു അന്ന് ആദ്യം തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം പക്ഷെ അത് ഞാൻ പറയാം. തീർച്ചയായിട്ടും അസാധാരണമായ ഒരു ദൈവശക്തി എന്റെ മേൽ പറഞ്ഞു. അതായത് എനിക്ക് അറിയാത്ത വാക്കുകൾ എന്റെ വായിലൂടെ ദൈവം എനിക്ക് നൽകി തന്നു. എങ്ങനെ ലീഡ് ചെയ്യുന്നത് അറിയത്തില്ല. ഞാൻ ലീഡ് ചെയ്തിട്ടില്ല. ലീഡ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ലായിരുന്നു. എങ്ങനെ പ്രാർത്ഥിച്ച് നിർത്തണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഭയങ്കര അതിനുശേഷമുള്ള ദിവസങ്ങളെല്ലാം ദൈവം പരിശുദ്ധാത്മാവാണ് പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് ഇതുവരെ കൊണ്ടുപോകുന്നത്. സഭയെ ദൈവം ഏറ്റെടുത്തു. അല്ലാതെ എന്റെ കഴിവോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബൈബിൾ സ്കൂളിൽ പോയെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ബുദ്ധിയുടെ പ്രമാണത്തിലല്ലല്ലോ പോകുന്നത്, ആത്മാവിന്റെ പ്രമാണത്തിലല്ലേ പോകുന്നത്. അപ്പൊ ഇതിനെ നടത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തക്ക സമയത്ത് പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ആ ദൈവകൃപ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പറ്റത്തില്ല മാസ്റ്റർ. ഞാനത് 100% വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യുവൈറ്റിന്റെ പല ഭാഗത്ത് നമുക്ക് എല്ലാ ആഴ്ചകളിലും കൂട്ടായ്മകളുണ്ട് അല്ലേ? മങ്കാഫിലുണ്ടായിരുന്നു. മങ്കാഫിൽ നമ്മൾ ഇടയ്ക്ക് ക്ലോസ് ചെയ്തതാണ്. ഏകദേശം നമുക്ക് 8 മീറ്റിംഗ് ഉണ്ട് ഒരാഴ്ചയിൽ. 8 മീറ്റിംഗ് നാട്ടിലും ഇന്ത്യയിലും നമുക്ക് ഏകദേശം 8ഓളം ചർച്ചസുകളുണ്ട്. കൂട്ടായ്മ തിരുവല്ലയിലാണ് നമ്മുടെ മെയിൻ ചർച്ച്. പാസ്റ്റർ പ്രൈസ് കർത്ത അവിടുത്തെ പാസ്റ്ററാണ്. പിന്നെ വെള്ളറടയുണ്ട്, അരുമനയുണ്ട്, കൊട്ടാരക്കര തന്നെ 3 പ്രവർത്തനങ്ങളൊക്കെ കൊട്ടാരക്കര ഏരിയയിൽ. എറണാകുളത്ത് എടപ്പള്ളിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ട്. ബോംബെയിലിപ്പോ ഞാൻ പറഞ്ഞല്ലോ പനവേലില് അവിടെ ഒരു പ്രവർത്തനം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചതല്ല, അല്ലെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ നടക്കണം എന്ന് ആഗ്രഹിച്ചതല്ല. നിർബന്ധം സഹിക്കാതെ അല്ലേ? പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം സഹിക്കാതെ. അതെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാല്, പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രതികൂലം സഭയാകുമ്പോ ഉണ്ടാവുമല്ലോ, നമുക്ക് നോർമൽ അറിയാലോ. എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും അതിന്റെ തൊട്ട് മുന്നേ ദൈവം എന്നോട് ഇടപെട്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ ഒരു കൃപ എന്റെ മേലുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം. ദൈവം അതിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് ഇപ്പൊ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു പ്രതികൂലം വരികയാണെങ്കിൽ, വരാൻ പോവുകയാണെങ്കിൽ അതിന്റെ 1 2 ദിവസം മുന്നേ ദൈവം എനിക്ക് സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ അത് ഇടപെട്ടിരിക്കും. എന്തെങ്കിലും ഒരു സ്വപ്നമായിട്ട് ദൈവം എന്നോട് ഇടപെട്ടിരിക്കും. അത് എന്താ പറയാ, എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തതും പക്ഷെ ഞാൻ വിശ്വസിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അറിയാം. കാരണം തുടർന്ന് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒന്നുമില്ല ഉപവസിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അതിനു വേണ്ടിയിട്ട് ദൈവം അത്. കാരണം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, എന്താ പറയാ, ദൈവത്താൽ നട്ട ഒരു സഭയാണ് പാസ്റ്റർ. പൂർണ്ണമായിട്ട് ദൈവത്താൽ നട്ട ഒരു സഭയാണ് അത്. പാസ്റ്റർ വന്ന് ശുശ്രൂഷിക്കുമ്പോ തന്നെ അറിയാലോ, കർത്താവിന്റെ കൃപയാൽ ആ പുൾപിറ്റെ കയറി നിൽക്കുമ്പോ തന്നെ അത് എല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ എന്റെ കഴിവിലോ എന്റെ മിടുക്കിലോ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെയുള്ള സഹോദരന്മാർ ഒരുമിച്ച് ഉണ്ട്, അത് ആരുടെയും മിടുക്കായിട്ട് ഒന്നും പറയാൻ ഒന്നുമില്ല. കാരണം മറ്റു പലരും നോക്കുമ്പോ 5ഉം 6ഉം 8ഉം, ഞാൻ ആരെയും കുറ്റമല്ല പറയുന്നത്, ബൈബിൾ സ്കൂളിൽ അതുപോലെ ശുശ്രൂഷയിൽ പരിജ്ഞാനമുള്ളവർ ചെയ്യുന്നേക്കാളും വലിയ കാര്യങ്ങൾ ദൈവകൃപയാൽ കുവൈറ്റിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജനം വളരെ വചനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സും തയ്യാറും ആയിട്ടുള്ള ഒരു അനുഭവം ആ ചർച്ചിൽ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു അനുഭവമാണ്. നമുക്ക് ജനം പിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല വചനോടിപ്പാടുകളും ശുശ്രൂഷിക്കാനുള്ള ഒരു നല്ല ചാലും നമുക്കുണ്ടാകും. ചർച്ചിലെ ഒരു അനുഭവം അതാണ്.
വളരെ വ്യത്യസ്തമായ അതുപോലെ ദൈവം കൃപയാൽ ഭയങ്കര വെളിപ്പാടുകൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്ന അതെ. ഒരു പുൽപ്പിറ്റും കൂടെ കൂടിയിട്ട് അതെ, അതെ. കർത്താവിന്. അതുകൊണ്ടാണ് നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ എന്തൊക്കെയോ പദ്ധതികൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുഭാഷ് കുമരം അല്ല സോറി സാം കുമരവൻ പാസ്റ്റർ നമ്മുടെ ഇവിടെ വന്നിരുന്നു. താൻ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിനകത്ത് നമ്മുടെ രഹബോത്തിന്റെ ഗ്രൂപ്പിനകത്തേക്ക് താൻ നാട്ടിൽ ചെന്നിട്ട് ഇട്ട ഒരു കാര്യം, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കുവൈറ്റിൽ ഒരു ഉണർവ് വരാൻ പോവുകയാണ്, അത് രഹബോത്തിലൂടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെസ്സേജ് നമ്മളാരും റിക്വസ്റ്റ് ചെയ്തൊന്നുമല്ല, താനത് ആത്മാവിൽ കണ്ടത് ഇട്ട ഒരു അത്. അതുപോലെ തന്നെ പാസ്റ്റർ ഉൾപ്പെടെ വന്നിട്ട് പ്രസംഗിച്ച കാര്യങ്ങളാണ് ഉണർവിനെ കുറിച്ച്. ദൈവത്തിന്റെ സ്തോത്രം. അത് ചെയ്യുക. ജീവിതത്തിൽ പലപ്പോഴും ശത്രു തകർത്ത് കളവാൻ ശ്രമിച്ചു. ബോംബെ അനുഭവങ്ങളിലാണെങ്കിലും അങ്ങനെയുള്ള വളരെ വലിയ പ്രതിസന്ധികളിലൂടെ പോയി. വലിയ ബോംബെ അനുഭവങ്ങളൊക്കെ എന്റെ അതെ പാസ്റ്ററെ, ഇത് തീർച്ചയായിട്ടും ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പിശാച് ഒരുപാട് എന്താ പറയാ പ്രയത്നിച്ച കുറെ മേഖലകളുണ്ട്. ഞാൻ എന്താ പറയാ ഒരു ഇഞ്ച് അല്ലെങ്കിൽ സെന്റിമീറ്ററിന് ഉള്ളിൽ മരണത്തിന്റെ കത്തി വെച്ചിട്ട് എന്നെ ഒരു ബോംബെയിൽ വെച്ചിട്ട് ആയിട്ട് ഞാൻ ആ ഭാഗമൊന്നും ഞാൻ പോയില്ല. എന്നെ കുത്താനായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടായിരുന്നു പാസ്റ്റർ, നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് അറിയാം പാസ്റ്റർക്ക് അങ്ങനെയുള്ള. പക്ഷെ അതിനകത്തുനിന്ന് അത് ഈ പാസ്റ്റർ പറഞ്ഞില്ലേ ബോംബെയിലെ ആ ക്രൈസിസിന്റെ സമയത്താണത്. ഇങ്ങനെ കുത്താനായിട്ട് കത്തി ഇങ്ങനെ ഏകദേശം ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിൽ പെട്ടെന്ന് തന്നെ എന്നെ ഒരു സഹോദരൻ വന്ന് പെട്ടെന്ന് തള്ളി. അത് ആരോ എന്താ പറയാ ആരോ ഫോഴ്സ് ചെയ്ത് തള്ളുന്നത് പോലെ തന്നെ അതിന്റെ മുന്നിൽ നിന്ന് തള്ളി മാറ്റി. പിന്നെ അവര് എനിക്ക് തോന്നുന്നു മാസങ്ങളോളം എനിക്ക് വേണ്ടിയിട്ട് അവര് പതിയിരുന്നു. പക്ഷെ എന്നെ കൊല്ലാൻ ആര് കത്തിയെടുത്തോ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു. അധികം താമസിക്കാതെ തന്നെ ആ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അതെ 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 അതെ. അധികം താമസിക്കുക. അതുപോലെ പാസ്റ്റർ അന്ന് ഗൊരഗാവ് സൈഡിൽ എങ്ങാണ്ട് പോയൊരു അനുഭവം ഉണ്ടല്ലോ, അങ്ങ് വെസ്റ്റേൺ. പക്ഷെ അത് പറയേണ്ട അനുഭവം. സോറി, ഞാൻ അത് എനിക്ക് ഓർമ്മയില്ലാതെ. അത് ഗോദാമല്ല, ഞാൻ കുർളയില് എന്തോ വഴി തെറ്റി ട്രാക്കൊക്കെ ക്രോസ് ചെയ്തല്ലേ? അതെ അതെ അതെ. പക്ഷെ അതൊരു കേൾക്കേണ്ട സാക്ഷ്യം തന്നെ ദൈവറിയാല്. പക്ഷെ ഞാൻ അബ്ബാസിയിൽ അന്ന് അബ്ബാസി അല്ല, സാക്കിനൊക്കെയല്ലേ എനിക്കന്ന് ലെയ്ത്ത് ഞാൻ റെന്റിന് എടുത്തിട്ട് ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണ്. ഞാൻ അന്നും ഇന്നും ദൈവറിയാല് ജോലി ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര എനിക്ക് താല്പര്യമുള്ള ഇതാ. ഞാൻ എക്സ്ട്രാ ടൈമൊക്കെ ഞാൻ അങ്ങനെ രാത്രി 11 മണി വരെ ഞാൻ അവിടെ ആ ലെയ്ത്തില് പണിക്കാരും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ആ പണിയെല്ലാം പിറ്റേ ദിവസം കൊടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സാക്കിനൊക്കെ തന്നെ ഒരു കൺട്രി ബാറിൽ കയറിയിട്ട് ഏകദേശം ഒരു 1:30 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് മദ്യപിച്ചു. 1:30 മണി വരെ ഇരുന്ന് മദ്യപിച്ചു. അതിനുശേഷം ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കുർളയ്ക്ക് പോവാ. അന്ന് ഞാൻ കുർളയുടെ അവിടെയാണ് ഒരു മാടക്കകത്ത് അവിടെ ഒരു റെന്റിന് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനും 1-2 ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട്. പക്ഷെ ഞാൻ ഈ പകലത്തെ അധ്വാനമുണ്ട്, പിന്നെ ഈ കഴിച്ചതിന്റെ ഇതുണ്ട്. ഞാൻ അവിടുന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാക്കനാക്ക കഴിഞ്ഞിട്ട് നമ്മൾ മറവൽനാക്ക അല്ല, മറ്റേ നമ്മള് കുർളയ്ക്ക് പോകുമ്പോ ഞാൻ ആ സ്ഥലത്തിന്റെ കമാനി ആ റൂട്ടിലായിരിക്കും പോയത്, അല്ലേ? അതെ. റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പതിയെ അങ്ങ് മയങ്ങി തുടങ്ങി. ഞാൻ പോകേണ്ട സ്ഥലം കറക്റ്റായിട്ട് ഞാൻ ഈ റിക്ഷക്കാരോട് പറഞ്ഞിരുന്നു. റിക്ഷ എന്നെ അവിടെ അവിടെ വരെ എത്തിച്ചു. പക്ഷെ എനിക്ക് വണ്ടിയെന്ന് ഇറങ്ങാൻ പറ്റില്ല. വണ്ടിയെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റും, കാരണം അത്രമാത്രം ഞാൻ ടയേർഡുമാ, ഞാൻ അങ്ങ് ഫിറ്റുവാ അത്രമാത്രം. ഇങ്ങനെ ഞാൻ പിന്നെ അവിടെ ഈ റിക്ഷക്കാരൻ എന്ത് ചെയ്തു, അവൻ എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഈ പൈസ എടുത്തിട്ട് അവനെ അവിടെ അങ്ങ് തള്ളിയിട്ടു അവിടെ ഇട്ട്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ ദൈവം ഇതൊക്കെ എനിക്ക് പറയാം. ഓക്കെ, എഴുന്നേറ്റ് നിന്ന്. പക്ഷെ ഇത് എവിടാന്ന് ചോദിച്ചാല് കുർള സ്റ്റേഷൻ, നമ്മള് കുർളയിൽ നിന്ന് നമ്മള് ബാണ്ടൂപ്പിന് പോകുന്ന അതല്ലേ? കുർളയിൽ നിന്ന് അടുത്ത സ്റ്റേഷൻ ഏതാ? കഞ്ചൂർമാർഗ് അല്ലെ? കഞ്ചൂർമാർഗ് അടുത്തത്. ഓക്കെ, ആ ലൈനിൽ ആ റൂട്ടിൽ കുറച്ച് നമ്മൾ കുർളയിൽ നിന്ന് ട്രാക്കിൽ കൂടെ തന്നെ ഇടന്നിട്ട് നമ്മളെ കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കയറാൻ മാടയുടെ അവിടെ ഒരു ഹൗസിംഗ് കോളനി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ താമസിക്കുന്നത്. അതൊരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഇതിന്റെ മേളിൽ, അതായത് എന്റെ റൂം കുറച്ച് അപ്പുറം മാറിയ റൂമാണ്. പക്ഷെ എനിക്ക് എന്റെ റൂമിലേക്ക് പോകാനായിട്ട് അറിയത്തില്ല. ഈ റൂമിലേക്ക് പോകാനായിട്ട് അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് എങ്ങോട്ടോ നടന്ന് ഞാൻ ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിയത് ഏകദേശം 2-2:30 സമയമായിട്ടുണ്ടാകും.
പക്ഷേ ഏകദേശം 2 മണിക്കൂർ ഞാൻ ആ ട്രാക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ കുർളയില് ഈ ട്രാക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിന്റെ ട്രാക്കിന്റെ അതായത് ഈ ഡ്രെയിനേജ് പോകുന്ന എന്താ പറയാ, ഈ ഗട്ടർ അതിന്റെ താഴെ അതെ, ഡ്രെയിനേജ് പോകുന്ന ഗട്ടറാ. അവിടെ ഇത് അവിടെ തടി കറക്റ്റ് മാത്രമേ ഉള്ളൂ. തടി മാത്രമേ ഉള്ളൂ. ഞാൻ തിലകത്താഴിലും കുറച്ചു കാലം താമസിച്ച അവിടെ. ഓക്കെ, ഈ തടി മാത്രമേ ഉള്ളൂ. ഈ കറക്റ്റ് ആയിട്ട് ഈ പാദം അതിനകത്ത് വെച്ചില്ലെങ്കിൽ നേരെ പോകും വർളി ചെന്ന പൊങ്ങത്ത്. 2 മണിക്കൂർ ഞാൻ അതിലൂടെ നടന്നു വാസം. ഇപ്പോഴും ഞാൻ ആ കാര്യം ഓർക്കുമ്പോൾ എന്റെ ദേഹത്തുനിന്ന് ഒരു വല്ലാത്തൊരു പെരുപ്പ് വരും. എങ്ങനെ നടന്നു, ആരെന്നെ നടത്തി? ദൈവത്തിന്റെ പദ്ധതി പുറകിൽ ഉണ്ടായിരുന്ന, മുന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ സൂക്ഷിച്ചു വാസം. അതിനകത്ത് ഒരു 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 ട്രെയിൻ വരികയോ, അറിയാലോ ആ സമയത്തൊക്കെ ഈ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ട്രെയിൻ വരുന്ന സമയമാണ്, പാസഞ്ചർ ട്രെയിൻ വെളുപ്പിനെയാണ്. അതെ, ലോക്കൽ ട്രെയിൻ കുറവായാലും 3 മണി തൊട്ടിട്ട് മറ്റേ ലോക്കൽ ട്രെയിൻ തുടങ്ങും. പക്ഷെ ഈ സമയത്തൊക്കെ ആ ട്രാക്കിടെ പോകുന്നുണ്ട്. ആ ട്രാക്കിടെ ട്രെയിൻ വരുമ്പോൾ എന്നെ ആരോ ഇപ്പുറത്തേക്ക് ആക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ. അതുപോലെ ഞാൻ ഫിറ്റാ. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ കയറി ചെല്ലുന്ന 5 മണിയായി. ഇത്രയും സമയം ആ ട്രാക്കിലൂടെ ഞാൻ നടന്നിട്ട് ദൈവം എന്നെ സൂക്ഷിച്ചു. ഇത് ഭയങ്കര ഇങ്ങനെ കുറെ ബോംബെ എനിക്ക് ഒരിക്കലും എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഓട്ടോക്കാട് അതായത് വൈഫ് കുവൈറ്റിലേക്ക് വന്നു. അപ്പൊ ഇവിടെ കുവൈറ്റിൽ വന്നെങ്കിൽ വേറെ കമ്പ്യൂട്ടർ ബേസ് എന്തെങ്കിലും പഠിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള, അതായത് ട്രാൻസ്ഫോർ മെക്കാനിക്കാണ്. ഞാൻ ഓട്ടോക്കാട് ഇങ്ങനെ പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓട്ടോക്കാട് പഠിക്കാനായിട്ട് ഞാൻ അന്തേരിയിൽ ചേരുന്നത്. അന്തേരി തന്നെ, അതെ, അന്തേരി ചേരുന്നത്. അന്തേരിയിൽ അവിടെ ഓട്ടോക്കാട് എന്ന് എനിക്ക് 8 ആണെന്ന് ഓർമ്മയുള്ളൂ. അത് പഠിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ഉള്ളില് എനിക്ക് തന്നെ തോന്നി, ഞാൻ ഇങ്ങനെ മദ്യപിച്ച് പോയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് ശരിയാവുന്നില്ല. അത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ഭയങ്കര ഒരു കൃപയാവസ്ഥ. ഞാനിപ്പോ കുറച്ച് മദ്യപിച്ച്, അതായത് നടക്കുന്ന ഒരു കാലഘട്ടം, ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഒരു മാസം 2 മാസം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്റെ വീട്ടിൽ സാധനം ഉണ്ടാവും. അത് ഈവൻ കുവൈറ്റിലാറുന്ന സമയത്തും അതെ, വീട്ടിൽ സാധനം ഉണ്ടാവും. പക്ഷെ ഞാൻ കഴിക്കത്തില്ല. അത് എന്റെ ഫ്രണ്ട്സിന് പറയും. പക്ഷെ ഞാൻ കഴിക്കത്തില്ല. എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ ഒരു അഡിക്റ്റ് ആവാനായിട്ട് ഞാൻ തയ്യാറല്ല ഒന്നിലും. അത് ദൈവം തന്നിരിക്കുന്ന ഭയങ്കര ഒരു ഗ്രേസ് ആണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് 12 ഓട്ടക്കാട് 12 ഞാൻ 12 ആണോ 10 ആണോ എന്ന് ഓർക്കുന്നില്ല. ഞാൻ അന്തേരി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 14 പഠിച്ചത് ഞാൻ കാന്തിവലിയിൽ വന്നിട്ട് പഠിച്ചു. അത് എന്തിനാന്ന് വെച്ചാല്, ഞാൻ 5 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞിറങ്ങി, ബസ് കയറി, ട്രെയിൻ കയറി, ബസ് കയറി അന്തേരിയിലെത്തും. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ട് കാന്തിവേലി ചെല്ലും. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും 11 മണിയാകും. സമയം കളയാൻ. അപ്പൊ എന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഒഴിവാക്കി, അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി. അപ്പൊ എനിക്കത് അങ്ങനെ ഇത് അത് പഠിച്ചെടുത്തു. അതുപോലെ തന്നെ കുവൈറ്റിൽ വന്നിട്ട് അന്ന് കുവൈറ്റില് ആ സമയത്ത് ഇവിടെ കമ്പ്യൂട്ടർ ആയി വരുന്നുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ സാലറിക്ക് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. എനിക്ക് ഓട്ടോക്കാട് മാത്രമേ അറിയുന്നുള്ളൂ. കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഞാൻ ആ കമ്പ്യൂട്ടർ അഴിച്ചു പണിതു. സ്വന്തമായിട്ടാണ് ഞാൻ അസംബ്ലിങ് പഠിച്ചത്. പിന്നെ ആ കടയൊക്കെ തുടങ്ങിയത് പിന്നീടാണ് ഞാൻ കട തുടങ്ങിയത്. ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഈ ഒരു മാനസാന്തര അനുഭവത്തിലെ ലിസിമാമയുടെ ഒരു സ്വാധീനം എങ്ങനെയായിരുന്നു? ഒരുപാടുണ്ട്. വൈഫ് ഒരുപാട് ഇരുന്ന് കരയുമായിരുന്നു. എന്നാ ഞങ്ങൾ തമ്മിൽ വേറെ ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കുമോ, നോർമലുള്ള വഴക്കുകൾ എന്ന് പറയുന്നല്ലാതെ ഈ ഒരു കാര്യത്തിൽ അവൾ ഒരുപാട് ഇരുന്ന് കരയും. ദൈവസന്നിധിയിലിരുന്ന് ഒരുപാട് ഇരുന്ന് കരയുമായിരുന്നു അവൾ. പ്രാർത്ഥന, പിള്ളേരെ വിളിച്ചുകൂട്ടി. ഞാനൊക്കെ രാത്രി 2 മണിക്ക്, എനിക്ക് വെളുപ്പിനെ 5 മണിക്ക് 6 മണിക്ക് എനിക്ക് ജോലിയാണ് മിനാബ്ദുള്ളയിൽ. അറിയാലോ, ഇവിടുന്ന് ഞാൻ താമസിക്കുന്നിടത്ത് 50 കിലോമീറ്റർ പോകണം എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. പക്ഷെ ഞാൻ രാത്രി 2 മണി വരെ ഇരുന്ന് മദ്യപിച്ചിട്ട് ഞാൻ പോയി രാവിലെ ജോലിക്ക് പോകുന്നത്. പക്ഷെ പാസ്റ്ററോട് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, ഞാൻ ഇപ്പോ നമ്മുടെ ഇരിക്കുന്ന പുൾപിറ്റിന്റെ തൊട്ടിപ്പുറത്തെ ഒരു മതിലിനിപ്പുറം ഇരുന്നുണ്ട് ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട്. പഴയ ബാറിന്റെ തൊട്ടടുത്ത ഹോളിൽ ആണ് ഇപ്പൊ നമ്മൾ ആരാധന നടത്തുന്നത്. അതെ, ആരാധന മദ്യപിക്കുന്നെന്ന്.
അതെ അതെ, ഒറ്റ മതിലിപ്പുറം. ആ മതിലിനിപ്പുറം ഇരുന്നുണ്ടാ ഞാൻ അതെ മദ്യപിച്ചോണ്ടിരുന്നത്. രാത്രി അതെ രാത്രി 1 മണി 2 മണി അതെ. വരെയൊക്കെ അവിടെ ഇരുന്നുണ്ട് കൂട്ടുകൂടി. പ്രേക്ഷകർക്ക് അവരുടെ പേര് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, പാസ്റ്റർ വീടിനെ കുറിച്ചല്ല പറയുന്നത്. പാസ്റ്റർ റെഗുലറായിട്ട് പോയി മദ്യപിക്കുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു, ഒരു പബ്ലിക് പ്ലേസ്. അതിൻ്റെ തൊട്ടടുത്ത ഹാളിലാണ് ഇന്ന് ചർച്ച് നടക്കുന്നത്. വീടിൽ നിന്ന് ചർച്ച ഒരു നടക്കുന്നത്. 200 മീറ്റർ ദൂരെയാണത്. ഞാനവിടെ പോയി കർത്താവിന്റെ കണ്ടിട്ടുള്ളതുകൊണ്ട്. കൃപയാൽ ഞാൻ നിന്ന് പ്രസംഗിക്കുന്ന ആ പുൽപ്പിറ്റിന്റെ തൊട്ട് അതേ ലൈനിൽ തൊട്ടിപ്പുറം മാറിയാൽ ആ ഒരു മതിലിപ്പുറം ബേസ്മെന്റിലാണെന്ന് ഞാൻ ഇരുന്ന് മദ്യപിച്ചത്. നമ്മൾ പണ്ട് കുടിക്കാൻ ദൈവത്തിന്റെ ഒരു കൂടുന്ന സഭയായിരുന്നു അവിടെ. കുടിക്കാൻ കൂടുന്ന സഭയുടെ ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ ആത്മനിറവിൽ അതെ ആരാധിക്കുന്ന ആത്മീയ പാനീയം ആത്മീയ പാനീയം, കർത്ത പുതുവീഞ്ഞ്, പുതുവീഞ്ഞ് പുതിയ പുതുവീഞ്ഞ് നിയമസഭയുടെ പുതുവീഞ്ഞ് കുടിച്ച് മത്തനാകുവാൻ ദൈവം ഹല്ലേലൂയ, സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര സ്തോത്രം. സാക്ഷ്യമാണ് അത്. അതെ, ദൈവത്തിന് സ്തോത്രം. ബാബു ഡാനിയൽ പാസ്റ്ററിനെ കുറിച്ച് 2 വാക്ക് പറയണം പാസ്റ്ററെ. കാരണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേട്ടു. നമ്മുടെ പ്രേക്ഷകർ, അദ്ദേഹം നിത്യയിൽ വിശ്രമിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് പലരും എന്നോട് അതിന് ശേഷവും, പാസ്റ്റർക്കുമായിട്ട് ഞാൻ സംസാരിച്ച ശേഷവും പലരും നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞവരൊക്കെ പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. ബോംബെയിൽ ഈ പറഞ്ഞ താപ്പ ഗ്രൂപ്പിൻ്റെ കൂടെ. അതെ അതെ, താപ്പ ഗ്രൂപ്പിന്റെ കൂടെയായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അരുൺകാവലി അവരുടെയൊക്കെ ആ കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ താപ്പ അതിന്റെയൊക്കെ അല്ല പുള്ളി ബോഡി ഗാർഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതെ ഈ പൂട്ടിക്കിടക്കുന്ന കമ്പനികൾ, എന്റെ അറിവ് ഇത് എത്രമാത്രം ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് ദേവദാസനോട് സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പൊ പൂട്ടിക്കിടക്കുന്ന കമ്പനികൾ അത് താപ്പ മുഖാന്തരം ഏറ്റെടുത്തിട്ട് അത് നടത്തുക, ഇതായിരുന്നു. ഗുണ്ടായിസം തന്നെയായിരുന്നു. ഗുണ്ടായിസം വെച്ചിട്ട് നടത്തുക, ഇതായിരുന്നു ദേവദാസനെ നടത്തി. ദൈവം അല്ല, അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ലുക്യൂമിയ പിടിച്ചിട്ട് 92-ലാന്ന് തോന്നുന്നു ദേവദാസൻ രക്ഷിക്കപ്പെടുന്നത്, 92-ല്. പക്ഷെ ഇന്ന് ഉല്ലാസനഗറില് ഏറ്റവും കൂടുതൽ സിന്ധികളെ നേടുവാൻ ബാബു ദാനിയേൽ പാസ്റ്ററെ ദൈവം ഉപയോഗിച്ചു. അനേകരെ സ്നാനപ്പെടുത്തി അല്ലേ സിന്ധികൾ? അനേകരെ ഞങ്ങൾ ഉൾപ്പെടെ അനേകരെ, ഈവൻ കുവൈറ്റിലായാലും അനേകരെ സ്നാനപ്പെടുത്തി. അസാധാരണമായിട്ട് ദൈവം ഉപയോഗിച്ചു. വളരെ വ്യത്യസ്തതയുള്ള ഒരു ശുശ്രൂഷയും ഒരു പാസ്റ്ററുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈവൻ ബാബു ദാനിയേൽ പാസ്റ്റർ അല്ല എന്റെ അടുക്കട്ട് വരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഒരു തലത്തിലേക്ക് വരുമെന്ന്, ഒരു ശുശ്രൂഷയിലേക്ക് വരുമെന്നോ. അന്ന് ദൈവദാസനിലൂടെ ദൈവം പറഞ്ഞ് ദൂതുകളാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ നിവർത്തിച്ചുകൊണ്ട് പോകും. അന്ന് പല പ്രാവശ്യമായിട്ട്. അപ്പൊ എന്നോട് ഞാൻ സ്നാനപ്പെടുന്നതിന് മുൻപേ തന്നെ എന്നോട് പറയുമായിരുന്നു, ബ്രദറെ എന്നാ വിളിക്കുന്നത്, സന്തോഷ് ബ്രദറെ, അത് നമ്മൾ ഒരുമിച്ച് ഒരു പുൾപിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കും, സന്തോഷ് ബ്രദർ പ്രസംഗിക്കുന്നു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതൊക്കെ ലൈഫിൽ കുവൈറ്റിൽ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് പാസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു, ബാബു ഡാനിയേൽ പാസ്റ്റർ ശുശ്രൂഷയിൽ കുവൈറ്റിലൊക്കെ വരുമ്പോൾ പ്രേയറിനൊക്കെ ആളുകൾ ക്യൂ ആയിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കും അല്ലേ അവര്? അതെ. ഇവിടെ NECയിലൊക്കെ മീറ്റിംഗ്, ലൈറ്റ് ഹൗസിലൊക്കെ മീറ്റിങ്ങിന് അവിടെ രാത്രി 3 മണി വരെ ഒക്കെ എന്റെ ഒരു കൈ എന്റെ തോളയിൽ ഇങ്ങനെ ഇട്ടോണ്ടായിരിക്കും. ആള് വയലിൽ ഷുഗർ ഹൈ ആയിരുന്നു, സമയത്തൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ ഹൈ ആയിരുന്നു. പിന്നെ കിഡ്നിയുടെ പ്രോബ്ലം ഒക്കെ അന്നൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു. ഒരു കൈ എന്റെ തോളയിൽ ഇങ്ങനെ ഇട്ടോണ്ട്, പിന്നെ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് 800 പേരുണ്ടായാലും എല്ലാവർക്കും പ്രാർത്ഥിച്ചു ദൂതും പറയാം. ഞാന് എന്റെ ആത്മീയ ഗുരു എന്ന് പറയാനായിട്ട് ഞാൻ എപ്പോഴും എന്താ പറയാ, വളരെ സന്തോഷത്തോടെ പ്രൗഡ്ലി പറയാൻ പറ്റും ദൈവം എന്നെ വിടുവിക്കാനായിട്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ കാരണം ഇത്രയും ഒരു 5-6 എന്താ പറയാ അച്ഛന്മാരെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ദേശത്ത് ഉള്ള ആ ഇതൊക്കെ അത്ര ഇതുള്ളത് കൊണ്ട് അതിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു രീതി പറ്റാത്തത് കൊണ്ടായിരിക്കും കർത്താവ് അതുപോലെയുള്ള ഒരു ദൈവദാസനെ ദൈവം എന്റെ അരികിലേക്ക് അയച്ചു, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തതയുള്ള ദൈവദാസന്മാർ ഇനിയും നമുക്ക് ആവശ്യമാണ്. ദൈവം അങ്ങനെയുള്ളവരെ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ പാസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ദാനിയേൽ പാസ്റ്റർ കുവൈറ്റിൽ ഒരു 20 ദിവസത്തേക്ക് വരികയാണെങ്കിൽ എന്റെ വണ്ടി ഏറ്റവും കുറഞ്ഞ ഒരു 2000 കിലോമീറ്റർ ഓടുക. ആരും പറഞ്ഞ വിശ്വസിക്കത്തില്ല. കാരണം രാവിലെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് മിക്കവാറും പാസ്റ്റർ എവിടെയെങ്കിലും
പ്രയറിലായിരിക്കും. ഞാൻ അങ്ങോട്ടായിരിക്കും ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് പിന്നെ അതിനുശേഷം രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും രാത്രി 11. അതായത് ഞാൻ എങ്ങനെ മദ്യപാനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു, അതുപോലെ ദൈവകൃപയാൽ ആ ദേവദാസന്റെ കൂടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക്, അത് കുവൈറ്റുകളുടെ വീട്ടിൽ, ഞാൻ കുവൈറ്റുകളുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് കയറുന്നത് ബാബു ദാനിയേൽ പാസ്റ്ററിന്റെ കൂടെയാണ് കയറുന്നത്. ഒരുപാട് കുവൈറ്റ് വീടുകളിൽ പോയി പ്രാർത്ഥിക്കാൻ ദൈവം ദേവദാസനെയും എന്നെയും ദൈവം ഒരുപാട് സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ പറയാം. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ കേട്ടു. ഞാൻ ആ ബാബു ദാനിയേൽ പാസ്റ്ററെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് ചോദിച്ചത്. പ്രേക്ഷകർക്ക് ആ അറിവുകൾ അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇന്നും പലരും ബാബു ദാനിയേൽ പാസ്റ്ററിന്റെ നമ്പർ ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നു. ആള് എന്താ പറയാ മരിച്ചുപോയി അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കലാണെന്നുള്ള അറിയാതെ ഇന്നും അനേകർ എന്നെ വിളിക്കുന്നു. ബാബു ദാനിയേൽ പാസ്റ്റർ വീട് നാട്ടിലെവിടെയായിരുന്നു? മൂന്നാമല, പുനലൂര്. പുനലൂർ മൂന്നാമല. ഓക്കെ. അമ്മ ഇപ്പൊ അവിടെ ഉണ്ട്. ബാബു ദാനിയേൽ പാസ്റ്ററിന് 2 മക്കളാണ്. ഒന്ന് ബ്ലസൻ, ഗ്ലോറി. അവര് ബ്ലസൻ ഫാമിലി ആയിട്ട് ഷാർജയിലാണ്. അവിടെ 2-3 ചർച്ചുണ്ട്. ഗ്ലോറി അബുദാബിയിലാണ് ഫാമിലി ആയിട്ട്. അതുപോലെ തന്നെ ധർമ്മക്കണ്ണൻ പാസ്റ്ററുടെ കാര്യം പറഞ്ഞു. ധർമ്മക്കണ്ണൻ പാസ്റ്ററിന് എന്താ പറയുക, ഞാൻ അങ്ങനെ 2012 ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് എന്നോട് പറഞ്ഞ ദൂതുകൾ. പക്ഷെ എനിക്ക് ബാബു ദാനിയേൽ പാസ്റ്റർ ഈ ദൂതുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും, കാരണം ഞങ്ങൾ തമ്മിൽ അറിയാം, എനിക്ക് കൂടുതൽ അങ്ങ് അപ്പൊ നമുക്ക് തന്നെ ഒരു ഇതുണ്ടല്ലേ, ചിലപ്പോ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ഞാൻ അത്ര ഒരു ആത്മീയമായിട്ട് അന്ന് ഉയർന്ന തലത്തിലായിരുന്നില്ല എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് അതെ, ഞാൻ അദ്ദേഹത്തെ മെൻഷൻ ചെയ്യാൻ കാരണമേ, അദ്ദേഹം അനേകരെ പ്രവചന ശുശ്രൂഷയിലൂടെ ഉറപ്പിക്കുകയും ശുശ്രൂഷയ്ക്ക് അടക്കുകയും ചെയ്ത ഒരു ദേവദാസനായിരുന്നു ധർമ്മക്കണ്ണൻ പാസ്റ്റർ. അതുപോലെ തന്നെ ഞാനൊരു 2015 ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഭയങ്കര പ്രതിസന്ധിയിലൂടെ പോകുക. അതുപോലെ തന്നെ ഞാനൊരു കമ്പനിയില് അന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു കമ്പനിയിൽ നിന്ന് കൊടുത്ത പൈസ അതെന്റെ അക്കൗണ്ടിൽ വന്നു. അതെന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ആ പൈസ കുവൈറ്റ് കുറച്ച് പൈസ എടുത്തങ്ങ് ഇതാക്കി കളഞ്ഞു. എനിക്ക് തിരിച്ച് കമ്പനിക്ക്, അതായത് മാനുഫാക്ചറിന് പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നായിരുന്നു എനിക്ക്. പക്ഷെ ആ ഒരു സമയത്ത് കാരണം ഞാൻ ശുശ്രൂഷയിലാണ്, കർത്താവെ അങ്ങയുടെ നാമം ദുഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഇരുന്ന് കരയുമായിരുന്നു. കാരണം ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ശുശ്രൂഷയിലുള്ള ഒരാള് ഒരു തരികട കാണിച്ചു വന്ന് നാളെ അത് അറിയാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി, എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു പ്രതിസന്ധിയാണ് വരുന്നത്. രാത്രി ഞാൻ 2 മണിക്ക് ലിസി ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ കട്ടിലിന്റെ തൊട്ടടുത്ത് താഴെ തന്നെ ഞാൻ ഒരു പായിട്ടുണ്ട്. ഞാൻ ആ പായല് ഞാൻ ഇറങ്ങിയിരുന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന്, ഞാൻ മൗനമായിട്ട് ഇരുന്ന്, പ്രത്യേക ഒച്ചയിലൊന്നുമല്ല, മൗനമായിട്ട് ഇരുന്ന് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 2:30 സമയമായിട്ടുണ്ടാവും. ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, കർത്താവെ, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, ഇനി ഒരിക്കലും അങ്ങയുടെ നാമം ദൂഷിക്കപ്പെടുവാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാനങ്ങ് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് അതങ്ങനെ കുറെ സമയം ഇരുന്നു. അതിനുശേഷം കുളിച്ച് റെഡിയായി ഞാൻ ജോലിക്ക് പോകാനായിട്ട് താഴെ ചെന്നു. വണ്ടിയൊക്കെ ഡോറ് തുറന്ന് വണ്ടി കയറി ഇങ്ങനെ ചാവിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പ്രൈസ് പാസ്റ്റർ എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വേഗം തന്നെ ധർമ്മകണ്ഠ പാസ്റ്റർ അന്വേഷിക്കുന്നുണ്ട്, ധർമ്മകണ്ഠ പാസ്റ്റർ ഒന്ന് വിളിക്കാമോ. ഞാൻ ഇവിടുന്ന് വിളിച്ചു. എന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ പാസ്റ്റർ അറിയാം. ഞാൻ പറഞ്ഞു കുവൈറ്റിൽ നിന്ന് അച്ചായനാണ്. എങ്ങനെയാ പറയുന്നത്, കുവൈറ്റിൽ നിന്ന് അച്ചായനാന്ന് പറഞ്ഞു. പെട്ടെന്ന് വേറെ ഒന്നും പറഞ്ഞില്ല, ഒറ്റ വാക്ക്, മകനെ നീ ഇന്നലെ രാത്രി ഇരുന്ന് എന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞത് ഞാൻ കണ്ടിരിക്കുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ആ വിഷയത്തിന് മറുപടി തരുന്നു. അവിടെ ഞാൻ ആ വണ്ടിക്കകത്ത് അവിടെ ഇറങ്ങിയിട്ട് അവിടെ ആ സൈഡിൽ തന്നെ അങ്ങ് മുട്ടുകുത്തിയാൽ. കാരണം എന്നെ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഒരു ഭയങ്കര ഒരു ഉറപ്പും വിശ്വാസവും എന്റെ ഉള്ളത്തിലേക്ക് എനിക്ക് കയറി വന്നു. കാരണം ഇതെന്ന് വെച്ചാല്, കാരണം ഞാനിവിടെ അബ്ബാസിയയില് ഈ എന്റെ ഫ്ലാറ്റിൽ ഇരുന്ന് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് കരഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ ഞാനത് തിരിച്ച് വേറൊരു ദൈവദാസനിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം, ദൈവം എന്നെ ഉറപ്പിക്കാൻ തക്കവണ്ണം, ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ തോന്നല്, ആ വിശ്വാസം എന്റെ ഉള്ളിൽ വന്നപ്പോ നിലവിട്ട് നമ്മൾ കരയല്ലാതെ
വേറെ ഒന്നും ചെയ്യാൻ. ഇങ്ങനെ പല അനുഭവങ്ങളും ദൈവം എന്താ പറയാ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റർ. അതെ പാസ്റ്ററെ, നമുക്ക് ബാബു ഡാനിയൽ പാസ്റ്ററെ പോലെ, ധർമ്മക്കണ്ണൻ പാസ്റ്ററെ പോലെയുള്ള ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അവര് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി, പക്ഷേ നമ്മുടെ തലമുറയിൽ അവർ ഒഴിവായിപ്പോയ വിടവ് നികത്തുവാൻ അതുപോലെ വിശ്വസ്തന്മാരായ ദൈവദാസന്മാർ ആവശ്യമാണ്. അത് നമുക്കെല്ലാം ഒരു ചലഞ്ചാണ്. നമ്മളെയാണ് ദൈവം ആ ഒരു തസ്തികയിലേക്ക് ഒരുപക്ഷെ നിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയോ വിശ്വസ്തതക്കൂടെ ഒക്കെ ആയിരിക്കും. പ്രേക്ഷകരോട് പറയാം, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാട്ട് വിശ്വസ്തരായി തീരുവാൻ, കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നിങ്ങളിൽ ആരെയൊക്കെയോ കർത്താവ് തിരയുന്നു. നല്ലൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. ഞാൻ ഒരു മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ പാസ്റ്റർ. ഈ പറഞ്ഞാട്ടെ. എന്താ പറയാ, ബാബു ദാനിയേൽ പാസ്റ്ററെ കുറിച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എന്താ പറയാ, ഞാനൊരു 10 വർഷം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നതിലുപരിയാ എന്റെ ഈ ബാബു ദാനിയേൽ പാസ്റ്ററിന്റെ കൂടെ നടന്നിട്ടുള്ള എനിക്കുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് എന്താ പറയാ, ഈ പല പ്രവാചകന്മാരെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ആരെയും കുറ്റമല്ല, ഞാൻ ഈ പറയുന്ന പല മേഖലകളിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാരണം പലതും എനിക്ക് നമുക്കറിയാതെ സെൻസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്നത് എന്നെ കേൾക്കുന്ന ദേവദാസന്മാരുണ്ടാവും. ഞാൻ എല്ലാവരും പൊതുവായിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇടയ്ക്ക് ആയാലും പല ദേവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കാൻ പോകുന്നുണ്ട്. പ്രവചനം എന്താന്ന്, അല്ലെങ്കിൽ ആ ഒരു തലം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ദൈവദാസന്മാരെയൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് ശുശ്രൂഷകൾ അനുഭവിച്ചു പോയാൽ, അതുപോലെ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുടെ കൈക്കീഴിൽ നമ്മളൊന്ന് കുറച്ചു കാലം ആയിരിക്കുന്നത് നല്ലത് അല്ലെ? ശുശ്രൂഷയില് കുറച്ചു കാലം ആയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പലതും എനിക്ക് പലരെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. അതിപ്പോ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റത്തില്ല. കാരണം എനിക്ക് കിട്ടിയ വെളിപ്പാടും എന്റെ ദേവദാസന്മാരെ ഞാൻ അവരുടെ കൂടെ നടന്നപ്പോൾ എനിക്ക് ദൈവം പകർന്നു തന്ന ആ ഒരു കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും വിട്ടുമാറാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ ബാബു ദാനിയേൽ പാസ്റ്റർ, ഞാൻ ദേവദാസന്റെ കൂടെ നടക്കുമ്പോൾ പലയിടത്തുനിന്നും കവറുകൾ കിട്ടും. ഇതൊന്നും എന്താ പറയാ, എണ്ണി തുറന്നു പോലും നോക്കാതെ ഇതിനകത്തുനിന്ന് എടുത്തിട്ട് അപ്പുറം കൊടുക്കുന്നത് ഞാൻ കണ്ടു. വേറെ ഏതെങ്കിലും വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അത് എത്രയെന്ന് പോലും നോക്കാതെ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2014-15 സോറി 2004-5 ഞാൻ ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യൽ ടൈറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും പ്രശ്നത്തിലൂടെയാ, പൈസ കടത്തിലൂടെയാ പോകുന്നതെന്ന് എന്റെ വൈഫിന് വരെ അറിയത്തില്ല. ഞാൻ എന്നും എന്നും എന്താ പറയാ, ഒന്നരാടം ഷേവ് ചെയ്യുന്ന ഞാൻ എന്നും ഷേവ് ചെയ്യുമായിരുന്നു. അലക്കി തേച്ച് നല്ല വടി പോലെ ഇട്ട് ഷർട്ട് ഇട്ടോണ്ടേ ഞാൻ നടക്കുവാന്നുള്ളൂ. പക്ഷെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഭയങ്കര പ്രശ്നത്തിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. 2 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഞാൻ അതിന്റെ ഇടയ്ക്ക് അതൊക്കെ അങ്ങ് സ്കിപ്പായി പോയതാ. കാരണം ഇതെങ്ങനെ പിന്നെ ഓർക്കും, പിള്ളേരെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ വൈഫ്, കുഞ്ഞുങ്ങള് ഒക്കെ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി വന്നപ്പോൾ അതിൽ നിന്ന് ഒഴിവായിപ്പോയി. ഞാൻ വണ്ടിയായിട്ട് രണ്ടു പ്രാവശ്യം പല രീതിയിൽ ഞാനത് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അതിന്റെ പുറകിലെല്ലാം ഒരു സാത്താന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പദ്ധതി എന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ബോംബെ ഇൻസിഡന്റ്, പല പ്രാവശ്യം എന്താ പറയാ, ഈ വലിയ ആക്സിഡന്റ് ഇപ്പോഴും റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. സ്പൈൻ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പൊ ഇതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചത്. ദൈവത്തിന്റെ എന്തോ പദ്ധതി ഇനിയും വെളിപ്പെടാനുണ്ട്. അതെ, പാസ്റ്റർ പറഞ്ഞു വന്നത് ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പോയപ്പോൾ ബാബു ഡാനിയൽ പാസ്റ്റർ, വൈഫ് പോലും ബാബു ഡാനിയൽ പാസ്റ്റർ ഒരു പ്രാവശ്യം താനിവിടെ വന്ന് തനിക്ക് കിട്ടിയ നന്മ എയർപോർട്ടിൽ ചെന്നിട്ട് താൻ അതിനകത്തുനിന്ന് ഒരു 20 കേടി എടുത്തിട്ട് ബാക്കി എന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഒരു കുഴപ്പമില്ല, സംഭവം എല്ലാം ഓക്കെ, നമ്മൾ ഡീസന്റ് ആണല്ലോ. ഞാൻ പറഞ്ഞു, പാസ്റ്റർക്ക് ഒന്നും കഴിയില്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് തരാനെന്ന്. ഞാനത് എണ്ണി നോക്കിയപ്പോ 220 കേടി ആ പൈസ എന്റെ പോക്കറ്റിൽ വെച്ചിട്ടു. പിന്നെ നമ്മൾ പിന്നെ കൊടുക്കുക വാങ്ങി അതൊക്കെ ഓക്കെ. പക്ഷെ ആ സമയത്തിന് പ്രശ്നമില്ല അല്ലെ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആത്മാവിൽ ചലിക്കുന്ന ദൈവദാസൻ. ഒത്തിരി കാര്യങ്ങൾ കേട്ടു പാസ്റ്ററെ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അനേക സമാന അനുഭവങ്ങളിലൂടെ പോകുന്ന അനേകരുണ്ട്. വിടുതൽ വേണ്ടവർ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞ മദ്യപാനം പോലെയുള്ള അവസ്ഥകളിൽ ശത്രു ജീവിതങ്ങളെ തകർക്കുന്നവരുണ്ടാകാം. പാസ്റ്റർ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, പാസ്റ്റർ തന്നെ ആശീർവാദം പറഞ്ഞാട്ട് നമ്മുടെ വ്യൂവേഴ്സ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ ചെറിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഷെയർ ചെയ്യുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, ഇത് എത്രമാത്രം അങ്ങ് ആഗ്രഹിച്ച തലത്തിൽ പ്രസന്റ് ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് അടിയൻ അറിയത്തില്ല. എന്നാൽ സ്വർഗം സകലതും കേട്ടു. അപ്പൊ ഈ തലത്തിലൂടെ പോകുന്ന അനേകരുണ്ടാവാം. അപ്പൊ മദ്യപാനത്തിലൂടെ അല്ലെങ്കിൽ ലോകമയത്തിൽ പെട്ടുപോയ അനേകരുണ്ടാവാം. ഇന്ന് രാത്രികാലം കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കർത്താവെ അവരുടെ മേൽ വെളിപ്പെട്ട്, ആമേൻ, കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ എല്ലാവരും കടന്നു വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. ഒരു ജീവിതം പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നല്ലോ. ഒരു ജീവിതം പോലും നശിച്ചു പോകുന്നത് അങ്ങേക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കർത്താവെ സാക്ഷ്യം കേട്ട എല്ലാവരെയും അങ്ങയുടെ കർത്താവെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി കേൾക്കുവാനുള്ളവർ എല്ലാവരും കർത്താവെ, ഹല്ലേലൂയ, ഇത് കേട്ട് ഒരു മാനസാന്തരത്തിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിൽ അവരെ ഹല്ലേലൂയ മടക്കിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇനിയും വിശ്വസ്തന്മാർ അനേകർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഹല്ലേലൂയ മഹത്വം, ആമേൻ, സ്തോത്രം കർത്താവ്, അവരിലൂടെ വെളിയിൽ വരുവാൻ ഒരു ഉണർവിലേക്ക്, ഒരു അന്ത്യകാല ഉണർവിലേക്ക് കർത്താവ്, ആമേൻ, സ്തോത്രം, സകലരെയും ആമേൻ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആസാദി ടിവിക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഫിനിപ്പാസ്റ്ററിനായി, ആമേൻ, സിസ്റ്ററിനായി, ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി, അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനിയും അനേകർക്ക് ഇത് ഈ ചാനൽ ഒരാശ്വാസമായി തീരട്ടെ. അനേകർക്ക് കർത്താവെ ഇത് കേട്ട് വിടുതലായി തീരട്ടെ. ആമേൻ. കർത്താവെ, ഇത് വലിയ അനുഗ്രഹത്തിലേക്ക്, ഉണർവിലേക്ക് കർത്താവെ വരും തലമുറയ്ക്ക് കൈമാറുവന്നതക്കവണ്ണം കർത്താവ്, ആമേൻ, സ്തോത്രം, വലിയ നിധിയായി ഇതിനെ കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. പാസ്റ്ററിനെ ആശീർവാദം പറഞ്ഞാട്ടെ. പാസ്റ്റർ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായം നിർത്തിപ്പാവലും നമ്മളോടുകൂടിയും ശുശ്രൂഷ എല്ലാവരോടും കൂടെയും ഈ മെസ്സേജ് കേൾക്കുന്ന സകലരോടും കൂടെയും സകല പ്രവർത്തനങ്ങളോടുകൂടെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി പറയുന്നു. പ്രേക്ഷകരോട് താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ്.